നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ കഷ്ടിച്ച് 3 മാസം മാത്രമാണ് ബാക്കി. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ BJP ബഹുദൂരം മുന്നിലാണ്. മോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ച് വനിതാ സദസ്സുകൾ, യുവ സദസ്സുകൾ സംഘടിപ്പിച്ച് മാസങ്ങൾക്ക് മുൻപേ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു BJP. 400+ സീറ്റുകളാണ് ലക്ഷ്യം. ഒപ്പം ഒറ്റയ്ക്ക് 335 സീറ്റുകളെങ്കിലും ലക്ഷ്യം വെക്കുന്നു. അങ്ങനെ ലക്ഷ്യങ്ങളേറെയുള്ള BJPക്ക് എതിരാളികളാകാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുന്നുണ്ടോ? കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ച ചെയ്താലും സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ഇന്ത്യക്കാകുമോ? കോൺഗ്രസിന്റെ ഒപ്പമുള്ള പ്രാദേശിക പാർട്ടികളുടെ പിടിവാശി കൂടിയാകുമ്പോൾ സഖ്യമായി മാറുമോ? ബീഹാറിലും ബംഗാളിലും UPയിലും മറ്റും തർക്കങ്ങൾ തകർക്കുകയാണ്. കൃത്യമായ നേതൃത്വമില്ലാതെ, നയമില്ലാതെ ഇന്ത്യ എങ്ങനെ NDAയ്ക്ക് ബദലാകും? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. കോൺഗ്രസ് നേതാവ് ശ്രീ സേനാപതി വേണു, കെ ഗണേഷ് BJPയുടെ പ്രതിനിധിയായി ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഫക്രുദ്ദീൻ അലി ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ ഫക്രുദ്ദീൻ അലി, 421 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്. അവിടെ നിന്ന് അവർ 255 സീറ്റിലേക്ക് മത്സരിക്കുന്നു എന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ, അത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലിയൊരു വിട്ടുവീഴ്ച, അതായത് ചരിത്രത്തിലാദ്യമായി ഭൂരിപക്ഷം വേണ്ട സീറ്റുകളിൽ പോലും മത്സരിക്കാതെ കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. പക്ഷേ അത് ഇത്തരത്തിൽ മതിയോ? മറ്റുള്ളവരുടെ കോൺഗ്രസോടുള്ള സമീപനം, മറ്റ് ഇന്ത്യ മുന്നണിയിലുള്ള രാഷ്ട്രീയ കക്ഷികളുടെ കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് കൂട്ടാനുള്ള ശ്രമമായിരിക്കും. 400 തോറ്റ് 40 ജയിക്കുന്നതിനെക്കാട്ടും ഭേദമാണല്ലോ. 400 മത്സരിച്ച് 40 ജയിക്കുന്നതിനെക്കാട്ടും ഭേദമാണ് 200 മത്സരിക്കുകയും 40 ജയിക്കുന്നത്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റ് കൂടും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പ്രാദേശിക നേതാക്കന്മാരോ പ്രാദേശിക കക്ഷികളോ മത്സരിച്ചാൽ ജയിക്കാവുന്ന സീറ്റുകളിൽ അവർ ജയിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികം BJP സഖ്യത്തിൻ്റെ NDA സഖ്യത്തിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. അതൊരു പ്രായോഗികമായിട്ട് സമീപനമാണ്. അപ്പോൾ കോൺഗ്രസ് റിയാലിറ്റി തിരിച്ചറിഞ്ഞെന്നതിൻ്റെ ഒരു സൂചനയായി നമുക്ക് കാണാം. അല്ലാതെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഉപ്പൂപ്പ കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഇത് ഈ അലവലാതി സഖ്യം എത്രത്തോളം മനസ്സിലാക്കും എന്നുള്ളതാണ് പ്രശ്നം. അലവലാതി സഖ്യം എന്ന് എനിക്ക് ഇവന്മാർ ഒരു ബഹുമാനമില്ല. കാരണം ഇന്ത്യയിൽ അഴിമതി കണ്ടുപിടിച്ചതന്നെ DMK കാരാണ്. അതുപോലെ തന്നെ ലാലു യാദവ്, പിന്നെ ഈ പറയുന്ന സമാജ്വാദി പാർട്ടി, അവന്മാർ കൂടെ ഗുണ്ടായുധം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇവരൊക്കെ ഏതെങ്കിലും യാദവന്മാരുടെ അല്ലെങ്കിൽ ദ്രവീഡിയൻ താല്പര്യം പറയും. ബേസിക്കലി ഇവർ കുടുംബത്തിൻ്റെ താല്പര്യം. അങ്ങനെയൊക്കെ അല്ലായിരുന്നെങ്കിൽ അവിടെ യോഗ്യരായ മറ്റാളുകളില്ലേ, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ സ്വന്തം അല്ലെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം മക്കൾക്ക് മാത്രം കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമാണ്. അത് ഈ അലയൻസിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റേ നിയമം വന്നിട്ടുണ്ടല്ലോ അല്ലേ, ഒരു അലയൻസിൻ്റെ പാർട്ടിയായി മത്സരിച്ച് അതിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ നിയമം വന്നോ? അപ്പോൾ ആ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ പെടും. അല്ലാത്ത പക്ഷം എന്താണ്, ഇവർ ഒരുപക്ഷെ നാളെ BJPക്ക് 4 MP കുറഞ്ഞ ചിലപ്പോൾ അങ്ങോട്ട് ചാടാനും സാധ്യതയുള്ള ആളുകളാണ്. അപ്പം കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റും, നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാണെങ്കിൽ കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആണത്. അതിന് അപ്രീസിയേഷനും അർഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന അലവലാതി സഖ്യകക്ഷികൾ എന്ത് ചെയ്യും എന്നുള്ളത്. ഈ 4 യോഗങ്ങൾ നമുക്കറിയാം. 4 യോഗങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നടന്നു ഇതിനകം. അതിൽ വിവിധ ഘടകകക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു. പക്ഷേ അതിനുശേഷം ഒരു മരവിപ്പായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമൊക്കെ ബന്ധപ്പെട്ട്. അവിടുന്ന് വീണ്ടും ഒരു ഉണർന്ന് ചില യോഗങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. അത് മതിയായിരുന്നു എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ഞാൻ നേരത്തെ പറയുന്നു, ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ BJP ഒക്കെ ബഹുദൂരം പല രംഗങ്ങളും മുന്നിലുള്ളപ്പോൾ ഇപ്പോഴും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഇല്ല, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയില്ല, മുന്നണി കൺവീനർ പോലുമില്ല. അങ്ങനെ ആ തരത്തിൽ ഇത്ര വലിയൊരു കക്ഷിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ മതിയോ എന്ന് ചോദ്യവും ഉയരുന്നുണ്ട് രാഷ്ട്രീയ ലോകത്ത്. അല്ല, അതാണ് എപ്പോഴും നമ്മളൊക്കെ പറയുന്നത് കാണുന്നുണ്ട്, പാർട്ടി സംവിധാനം ശക്തിപ്പെടുന്നു. പക്ഷേ അത്ര എളുപ്പമല്ല. ഇവർക്ക് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല. അതുപോലെ കോൺഗ്രസ് എപ്പോഴും ഇങ്ങനെയാണ്, ജനാധിപത്യമാണ്, ആൾക്കൂട്ടമാണെന്നുള്ളത്. അതൊക്കെ നടക്കും അല്ലേ. അയഞ്ഞ സോഷ്യലിസ്റ്റുകളൊക്കെയാണ് നിങ്ങളുടെ ശത്രുക്കളെങ്കിൽ. ഇത് CPM പോലെ, അതല്ലെങ്കിൽ കേരളത്തിലാണല്ലോ ഇവർ ഏറ്റവും വലിയ സംവിധാന ഈ പാർട്ടി സംഘടന സെറ്റപ്പ് കോൺഗ്രസിനുണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. നമ്മൾക്കതിൽ കംപ്ലീറ്റ് ഡിസാറ്റിസ്ഫൈഡാണ് കേരളത്തിലെ സിസ്റ്റത്തിൽ. നമുക്ക് ചിരി വരും. പക്ഷേ ഇവിടെ അങ്ങനെ സിസ്റ്റം ഉണ്ടായി വരാനുള്ള കാരണം അവിടെ ഇപ്പോൾ മത്സരിക്കുന്ന CPM-നോടാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ അവർക്ക് റിയാലിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. പാർട്ടി സംവിധാനം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ്, കേരള സംവിധാനം പാർട്ടി സംവിധാനം ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമാണ് അങ്ങേയറ്റം കേരള സ്വഭാവമുള്ള ഒരു പാർട്ടിയോട് നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലെത്തണം, ജനങ്ങളെ വിശ്വസിക്കുക, നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന കാര്യം അവർക്ക് പറയാൻ പറ്റും. ഇപ്പം തന്നെ കോടതി VVPAT കംപ്ലീറ്റ് എണ്ണാൻ പറ്റില്ല. പണ്ട് നമ്മളെല്ലാ മണ്ഡലങ്ങളിലും മുഴുവൻ 4-5 ദിവസം കൊണ്ട് എണ്ണിയുന്ന നാടാണ്. അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവർ ആ ഒരു കാര്യം ഉന്നയിക്കുന്നുണ്ട്. അത് എത്ര ശരി നമുക്കറിയില്ല. അതിൻ്റെ വസ്തുത
തെളിയിക്കപ്പെടാതെ നമുക്കതിൽ പറയുന്നത് ശരിയല്ല. പക്ഷേ ഇവർക്കത് കൺവിൻസിങ് ആയിട്ട് വേണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ല. ഇവരെ ബേസിക്കലി ഒരു പ്രശ്നം വെച്ചാൽ കണ്ടതിന് മൊത്തം ഈ പറയുന്ന മോഡി ആൻറ്റി മോഡി സംഘം തലക്ക് പിടിച്ചിട്ട് അത് വേണം അവരുടെ പൊളിറ്റിക്കൽ ഓപ്പണൻ്റ്. പണ്ടത്തെ പിന്നെ ഈ പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് എങ്ങനെയാണ് ആൻറ്റി ഇന്ദിര തലക്ക് പിടിച്ചത്, അതുപോലെ ഇവർക്ക് ആൻറ്റി മോഡിസം തലക്ക് പിടിച്ചിരിക്കുകയാണ്. മോഡി എന്ത് ചെയ്താലും ഇവർ കുറ്റം പോയി, അവരും അങ്ങനെ തന്നെ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്താലും കുറ്റം പോയി. അപ്പോൾ ബാങ്ക് ദാശസാൽക്കരണം പോലുള്ള ചില കാര്യങ്ങളെക്കാണ് അവർ അറച്ചറച്ച് അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ലൈനിലേക്ക് അവർ പോകണം. എന്തിനേയും ഭരണപക്ഷം കൊണ്ടുവന്ന് എന്തിനേയും എതിർക്കാതെ ഒരു പ്രായോഗികമായ ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുകയും അങ്ങനെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു സംവിധാനത്തെ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അവർക്ക് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കണം. അവർക്ക് സെൻട്രൽ ലീഡർഷിപ്പിൽ തന്നെ പറ്റും. രാഹുൽ ഗാന്ധി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഭയങ്കര പുകഴാണ്. ഞാൻ എപ്പോഴും പറയും ഈ നേതൃകുടുംബത്തിന് പറ്റുന്നത് നമ്മളെ തങ്ങളുടെ കുടുംബത്തെ പോലെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, രജനീകാന്ത് പറഞ്ഞ 100 തവണ പറഞ്ഞ പോലെ ഉണ്ടാവും. അല്ല, ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് തന്നെ. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ദ നെഹ്റു ഫാമിലി ആൻഡ് രാഹുൽ ഗാന്ധി നമുക്കറിയാമല്ലോ. അത് മാറിയിട്ട് ഈ ശശി എനിക്കറിയില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഒരു നാഷണൽ ഫിഗറാണ് ശശി. എവിടെ പോയി ശ്രീശാന്തിനെ കൊണ്ട് പോകുന്നതിൻ്റെ കാര്യമാണ്. എവിടെ പോയാലും ഇങ്ങനെ ഫാൻസ് ക്ലബും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള കുറേ ആളുകൾ മോഡിയോട് പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ആ ഒരു തരത്തിലുള്ള എന്താണ് പറയുക ഒരു സ്റ്റാച്ചുറുള്ള അങ്ങനെയുള്ള ആളുകൾ ദേശീയ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരികയും അവരെ കൊണ്ട് BJP ഡിബേറ്റുകൾ നടത്തിക്കുകയും അവരെ കൊണ്ട് ഈ പറഞ്ഞ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ ഇവിടെ പ്രശ്നം എന്താ, അവിടെ ഇരിക്കുന്ന ആളെ എങ്ങനെ ശശി തരൂരിനെ പോലുള്ള ആളുകളെ പുറത്താക്കാം അല്ലെങ്കിൽ എങ്ങനെ ഒതുക്കാമെന്ന് ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ബേസിക്കലി നിങ്ങളെ കമ്മിറ്റ്മെൻറ്റ് എന്തിനോടാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾക്ക് സെക്കുലറിസത്തോടാണോ ജനാധിപത്യത്തോടാണോ ഇന്ത്യയോടാണോ ഈ പാർട്ടിയോടാണോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മിടുക്കന്മാർക്ക് വളർന്ന ഒരാൾ അവസരം ഉണ്ടാകണം. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ അവർക്ക് എല്ലാ കാലത്തും മുന്നോട്ട് വെക്കാൻ പറ്റിയ ഒരാൾ ജ്യോതിരാദിത്യ സിന്ധ്യ, അതുപോലെ തന്നെ സച്ചിൻ പൈലറ്റ്. സിന്ധ്യ പോയി, സച്ചിൻ പൈലറ്റാണ് വളരെ ഡിസാറ്റിസ്ഫൈഡ് ആണ്. ചില സമയത്ത് നമ്മൾ ഡിസൈസീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നു. ഈ പറയുന്ന കാർഗേനെ പിന്നെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടി എന്തൊരാവേശമായി. കേരളത്തിലായിരുന്നു ഏറ്റവും വലിയൊരു ആവേശം. കാർഗേൻ്റെ സ്ഥാനത്ത് ഈ ഷെഖാവത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗെഹ്ലോട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ശശി തരൂർ എന്നായിരുന്നു. ഗെഹ്ലോട്ടാണ് ഉത്തരേന്ത്യക്കാരെന്നുള്ള അന്നാണെങ്കിൽ മുഖ്യമന്ത്രി എന്നൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ലൈനിലേക്ക് അല്ല ആയിരുന്നു. എന്ത് ചെയ്യാൻ അതാ ഞാൻ ചോദിച്ചു. ഇവരെ കമ്മിറ്റ്മെൻറ്റ് ഇപ്പം വേണമെങ്കിൽ എടുക്കും. നമ്മൾ അന്ന് ഗെഹ്ലോട്ട് വന്നിരുന്നെങ്കിൽ ശശി തരൂരിനെ സെക്കൻഡൊക്കെ ആയിട്ട് നിലനിർത്തിയിരുന്നെങ്കിൽ ഇവർക്ക് അന്ന് ഈ ഇടപെടാൻ പറ്റിയായിരുന്നു. അങ്ങനെ എല്ലാ സാധ്യത ശശി തരൂരിനെ കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. കാരണം ശശി തരൂരിന് മലയാളിയാണെങ്കിലും ഈ സൗത്ത് ഇന്ത്യ എന്നുള്ള കാര്യം അധികം ഏശില്ല. നിങ്ങൾ ആദ്യത്തെ കാര്യം ബംഗാളി, പിന്നെ ഡൽഹി പഠിച്ചു, അല്ല ഹിന്ദി ഇംഗ്ലീഷ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ബന്ധം, അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. മാത്രമല്ല ശശി തരൂരിനെ എന്തുകൊണ്ടോ ആളുകൾക്ക് യങ് ജനറേഷനൊക്കെ ഇഷ്ടമാണ്. കാരണം അവരുടെ ആസ്പിറേഷൻ ഒപ്പം നിൽക്കുന്ന നേതാവായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആളുകളെ ഒന്നും ഇവർ വളർത്തിക്കൊണ്ട് വരുന്നില്ലെന്ന്, അതല്ലേ പ്രശ്നം. ശ്രീ സേനാപതി വേണു, ഇവിടെ വലിയ വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട് ഇന്ത്യ മുന്നണിയിൽ. കാരണം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 250 സീറ്റുകളിൽ മാത്രം മത്സരിക്കുക. കഴിഞ്ഞ തവണ 421 നിന്ന് ഒരുപാട് താഴേക്ക് ഇറങ്ങി വരികയാണ് കോൺഗ്രസ്. പക്ഷേ അപ്പോഴും പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സമാജ്വാദി പാർട്ടി പോലെയുള്ള JDU പോലെയുള്ള ബംഗാളിൽ മമതാ ബാനർജിയെ പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ വല്ലാതെ തരം താഴ്ത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം 15 സീറ്റുകളിൽ ബീഹാറിൽ നൽകാം എന്ന് ഉള്ള നിലപാട് ആ ഭാഗത്ത് ഉണ്ടാകുന്നു. അവർ തന്നെ ഏകപക്ഷീയമായ യോഗം ചേർന്ന് ആ നിലപാടെടുക്കുകയാണ് എന്ന് മനസ്സിലാകുന്നു. ബീഹാറിൽ 10 സീറ്റ് കഴിഞ്ഞ തവണ 9 മത്സരിച്ചു. ഇത്തവണ ആ തരത്തിൽ ഉള്ള ചില വിട്ടുവീഴ്ചകളിലേക്ക് കോൺഗ്രസ് പോകേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മറ്റൊന്ന് 2 സീറ്റിൽ മാത്രം തൃണമൂലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ബംഗാളിൽ മത്സരിച്ചാൽ മതി. മറുവശത്ത് UPയിലും സമാജ്വാദി പാർട്ടി ചില കടുപിടുത്തങ്ങൾ പിടിക്കുന്നു. കോൺഗ്രസ് ഇത്ര വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടും എന്തുകൊണ്ടാണ് ഈ കക്ഷികൾ കോൺഗ്രസിനോട് യോജിച്ച് അത്തരം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയും ഒരു സഖ്യമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യാത്തത്? അതെന്തിൻ്റെ സൂചനയായി കാണണം? ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന കല്ലുകടികൾ അത് വീണ്ടും വർദ്ധിക്കുന്ന പശ്ചാത്തലമാണോ? മഞ്ജുഷേ, ഇങ്ങോട്ടുള്ള ശബ്ദം ഒരല്പം കുറവുണ്ട്. ഇതിന്റെ ഓഡിയോയുടെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നൊന്ന് പരിശോധിക്കണം. ഞാൻ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്തുകൊണ്ട് ഈ ഘടകകക്ഷികൾ, അതായത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി വരുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അവർക്കും പരമാവധി സീറ്റുകൾ ഇതിൽ നിന്ന് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിനോടാണ് ആ വിലപേശൽ നടക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതിസന്ധി അത് പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു 4-5 സംസ്ഥാനങ്ങൾ. 1 ഉത്തർപ്രദേശ്, 2 ഡൽഹി, 3 പഞ്ചാബ്, 4 പശ്ചിമ ബംഗാൾ, 5 ബീഹാർ. ഈ 5 സംസ്ഥാനങ്ങളിലാണ് ഈ വിലപേശൽ വളരെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. കാരണം ഈ 5 സംസ്ഥാനങ്ങളിലും നിൽക്കുന്ന കക്ഷികൾ
അവർക്ക് മാത്രം ജയിച്ചാൽ മതി, അവർക്ക് ജയിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് അവർ വിചാരിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങ് സൂചിപ്പിച്ച ബീഹാറിലെ സ്ഥിതിവിശേഷം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 9 സീറ്റിലാണ് ബീഹാറിൽ മത്സരിച്ച്. ഞങ്ങൾ 10 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ സംതൃപ്തരാണ്. പക്ഷെ ഞങ്ങൾക്ക് 5 തരുവുള്ളൂ എന്നുള്ളൊരു നിലയിലേക്ക് പോയിരിക്കുകയാണ്. അവര് RJയും JDയും കൂടെ ചേർന്ന് 16 32 ഞങ്ങൾക്ക് 16 അത് തന്നെ അതും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് കൊടുക്കാവുന്ന 3 സീറ്റുകളും ഞങ്ങൾക്ക് 5 സീറ്റ് മാത്രമാണ് അവർ തരുന്നത്. അപ്പോ ഞങ്ങൾക്ക് 5, ഇടതുപക്ഷത്തിന് 3, 5, 3, 8, 16, 2, 32 അങ്ങനെ 32 സീറ്റും അവര് എടുക്കാം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ നിതീഷിന്റെ ഭാഗത്തുനിന്നും തേജസ്വി യാദവിന്റെ ഭാഗത്തുനിന്നും അവരങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയെന്നാണ് പുറത്തോട്ട് പറയുന്നത്. അപ്പോ ഞങ്ങൾക്ക് അവിടെ 10 സീറ്റ് കിട്ടിയാൽ, ഇനി 10 കിട്ടിയില്ല, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 9 മത്സരിച്ച് ഞങ്ങൾ 8 സീറ്റിലാണെങ്കിൽ ഞങ്ങൾ അവിടെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ വിട്ടുവീഴ്ച ഒട്ടും പറ്റാത്ത ഒരു സംസ്ഥാനമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്താ പറയുക, പശ്ചിമ ബംഗാളാണ്. 2 സീറ്റാണ് ഇപ്പൊ നിലവിൽ ഞങ്ങൾക്കുള്ള MP-മാരുടെ ആ സീറ്റുകൾ മാത്രം തന്നുകൊണ്ട് ഞങ്ങളെ 2 സീറ്റിൽ മാത്രം ഒതുക്കാം എന്നുള്ള ഒരു നിലയിലേക്കാണ് പശ്ചിമ ബംഗാളിൽ കുമാരി മമതാ ബാനർജി ഇപ്പോൾ സീറ്റ് വിഭജന ചർച്ചയിൽ പറയുന്നത്. അവിടെ അത് പോരാ, ഞങ്ങൾക്ക് ഏതായാലും സ്വാഭാവികമായിട്ട് അവിടെ ഒരു 10 സീറ്റെങ്കിലും ലഭിക്കേണ്ടത് ഞങ്ങളുടെ ഒരു നിലനിൽപ്പ്, ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോ ഇപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, ചർച്ചയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. പരമാവധി സീറ്റുകളുടെ കാര്യത്തിൽ ഈ കക്ഷികളൊക്കെ ഇങ്ങനെ വിലപേശൽ നടത്തുന്നു. ഇപ്പൊ ഡൽഹിയിലാണെങ്കിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും വിചാരിക്കുന്നത് മുഴുവൻ സീറ്റുകളും അവർക്ക് വിജയിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു സഹായമില്ലാതെ അവർക്ക് അവിടെ ജയിക്കാൻ പറ്റത്തില്ല. അപ്പൊ ന്യായമായ ഒരു സീറ്റ് വിട്ടുവീഴ്ച അവിടെയും തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സീറ്റ് വിഭജനം സുഗമമായിട്ട് നടക്കും. ഇപ്പൊ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന കക്ഷിയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഇപ്പോഴത്തെയും പ്രതിപക്ഷ കക്ഷി എന്ന് പറയുന്നത് ഞങ്ങളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പാർട്ടി. അപ്പോ ഞങ്ങൾക്ക് അർഹമായ ഒരു ഷെയർ അവിടെ നൽകാതെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പിന്നെ ഏറ്റവും പ്രതിസന്ധി ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ്. പഞ്ചാബിൽ ആം ആദ്മിയുമായി സഖ്യം വേണ്ട എന്ന് പറഞ്ഞത് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം തന്നെയാണ്. അതൊരു ആത്മഹത്യാപരമായ സഖ്യമായിരിക്കും എന്നുള്ള തരത്തിലാണ് അവിടെ നിലപാട് അറിയിച്ചത്. കാരണം നമ്മളിപ്പോ ഇവിടെ വലിയ ബദ്ധവൈരികളാണ് അവിടെ കോൺഗ്രസും ആം ആദ്മിയും. മഞ്ജുഷ, അതിന്റെ ഒരു കാരണം ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ച പോലെ ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് അലയൻസിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് ഒരു സമീപകാലം, അതായത് അടുത്ത ഒരു 10-25 കൊല്ലക്കാലത്തേക്ക് സാധ്യമായ ഒരു കാര്യമല്ല. പിന്നീട് ഇപ്പം നമ്മുടെ ഒരു ജനറേഷൻ കഴിഞ്ഞതിന് ശേഷം എങ്ങനെയെന്ന് നമുക്കത് പിന്നീട് പിന്നെ അടുത്ത ജനറേഷൻ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം അടുത്ത ഒരു 1/4 നൂറ്റാണ്ട് കാലത്തേക്ക് കേരളത്തിൽ ഇടതുപക്ഷവും അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും ഒന്നിച്ച് മത്സരിക്കുക എന്നുള്ളത് അസംഭവ്യമായ ഒരു കാര്യമാണ്. അത് തന്നെയാണ് പഞ്ചാബും അതുപോലെ തന്നെ ഡൽഹി പോലുള്ള സംസ്ഥാനത്ത് അവിടുത്തെ പ്രാദേശിക ഘടകങ്ങളുടെ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് യോജിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ BJP അകാലിദൾ സഖ്യത്തിന് പഞ്ചാബിലും അതുപോലെ തന്നെ ഡൽഹിയിൽ BJP-ക്കും ഗുണം ലഭിക്കുമോ എന്നുള്ള ഒരു എന്താ പറഞ്ഞ ഒരു പ്രതിസന്ധി ഉണ്ട്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം. അതായത് ജമ്മു ആൻഡ് കശ്മീരിൽ ഞങ്ങളും നാഷണൽ കോൺഫറൻസും തമ്മിൽ എന്താ പറഞ്ഞ വളരെ നേർ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ തീവ്രവാദികളും മറ്റു പാർട്ടികളുടെ ഒക്കെ ഒരു വരവോടുകൂടി കോൺഗ്രസും നാഷണൽ കോൺഫറൻസും കൂടെ ഒരു സഖ്യത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടു കൂട്ടരും സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും അപ്പുറത്തുള്ളവർ വലിയ രീതിയിൽ വളരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ എല്ലാ കാലഘട്ടത്തിലും ശത്രുക്കളായിട്ട് നിൽക്കുന്നവർ ആ ശത്രുതയിൽ നിന്നില്ല എങ്കിൽ അത് ജമ്മു ആൻഡ് കശ്മീർ നമുക്കൊരു അനുഭവമാണ്. ആ അനുഭവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നു, നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ശത്രുപക്ഷം വിജയിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് പഞ്ചാബിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചും അവിടുത്തെ പ്രാദേശിക ഘടകത്തിന്റെ വികാരം കൂടി പരിഗണിച്ചേ മതിയാവും. പക്ഷേ അവിടെയും ഞാൻ വിചാരിക്കുന്നത് ഈ 2024 തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് അറസ്റ്റ് ചെയ്യുമോ നാളെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള സ്ഥിതിവിശേഷത്തിൽ നിൽക്കുക. സിസോഡിയ ജയിലിലാണ്. അപ്പോ അവർക്കും നിലനിൽപ്പിന്റെ ഒരു പ്രതിസന്ധിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 67 മത്സരിച്ചു. ഇവിടെ ഫക്രുദ്ദീൻ പറഞ്ഞ പോലെ ഞങ്ങൾ ശൂന്യതയിലേക്ക് പോയി. പക്ഷെ ഞങ്ങൾ 22 എണ്ണത്തിൽ ജയിച്ചതാണ്. അതിന് മുമ്പത്തെ അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 22 എണ്ണത്തിൽ ജയിച്ചതാണ്. അവിടെയും ഇപ്പൊ അവര് പറയുന്നത് 65 സീറ്റിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കും. കഴിഞ്ഞ പ്രാവശ്യം 37ഉം 36ഉം സമാജ്വാദി പാർട്ടിയും ബഹുജൻ പാർട്ടിയും ഞാൻ മനസ്സിലാക്കുന്നത് 36, 37 മത്സരിച്ച ഞങ്ങൾ 67
2017 മത്സരിച്ചു. പക്ഷെ ആർക്കും കാര്യമായ ഗുണം കിട്ടിയില്ല. 80 സീറ്റിൽ ഏതാണ്ട് 80-അടുത്ത് തന്നെ BJPക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പൊ അവർക്കും അറിയാം വിട്ടുവീഴ്ചകൾ ചെയ്തു. ഈ 3 പാർട്ടികളും ഒന്നിച്ചു നിന്നുവെങ്കിൽ മാത്രമേ ഉത്തർപ്രദേശിൽ മുന്നേറാൻ കഴിയൂ എന്ന് അവർക്കും അറിയാം. അപ്പോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിലപേശൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അവർക്ക് പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കാനും അല്ലെങ്കിൽ പരമാവധി അവരുടെ ശക്തി പ്രകടിപ്പിക്കാനുമാണ്. ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നു, ഞങ്ങളിപ്പോൾ 414, 421 നിന്ന് ഞങ്ങൾ 255 ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങളൊരു ഫോർമുല പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിജയിച്ചതും ഞങ്ങൾ 2ാം സ്ഥാനത്തുമായിട്ട് വന്നിട്ടുള്ളതായ സീറ്റുകൾ അതായിരിക്കണം അതിന്റെ ഒരു പരിഗണനാ വിഷയമായിട്ട് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുക. അപ്പൊ ഞങ്ങൾ ശ്രീ ഫക്രുദ്ദീൻ ഏതാണ് പ്രധാനപ്പെട്ട കാര്യം? കാരണം ഒരു സഖ്യം ഈ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടില്ല. അതിന് മുൻപ് തന്നെ 255 എന്ന കണക്ക് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു, ചില മാനദണ്ഡങ്ങൾ വെക്കുന്നു. മറുഭാഗത്ത് ഈ പറഞ്ഞതുപോലെ ഈ വിലപേശൽ എന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു ആരോഗ്യം ഇന്ത്യ സഖ്യത്തിന് ഇപ്പോഴത്തെ നിലയിലുണ്ടോ എന്നത് പ്രസക്തമാണ്, ഈ പ്രാദേശിക പാർട്ടികളുടെ അടക്കം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഒരുമയുണ്ട് ഒലക്കമേലും കിടക്കുക. നിങ്ങൾക്ക് ഒരുമ ഉണ്ടെന്നുള്ള പ്രശ്നം. നിങ്ങൾക്ക് ഒരുമ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഐഡിയോളജി, നിങ്ങൾ BJPക്ക് അതേ നിങ്ങൾ പറയുന്നത് മതേതരത്വമാണ്. അപ്പോൾ നിങ്ങൾ മതേതരത്വം സംരക്ഷിക്കുക, നിങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. 2 നിങ്ങൾ ജനാധിപത്യമാണ്. അപ്പോൾ ജനാധിപത്യം സംരക്ഷിക്കാൻ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. 3 നിങ്ങൾ ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടന സംരക്ഷിക്കാൻ നിങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. 4മത്തത് നിങ്ങൾക്ക് ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഇന്ത്യയെ സംരക്ഷിക്കാൻ നിങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? അല്ല. അപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതെങ്ങനെ നേടിയെടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു. പിന്നെ BJPയെ ജനറലി നിങ്ങൾ പേടിക്കുന്നു. അതാണ് നിങ്ങളെപ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്ന ഫൈൻ. ഞാൻ കോൺഗ്രസിനല്ല പറയുന്നത്. കോൺഗ്രസ് അവർ തമ്മിൽ ഐഡിയോളജിക്കലായിട്ട് തീരാത്ത വ്യത്യാസങ്ങളുണ്ട് പല കാര്യത്തിലും. പക്ഷേ ബേസിക് പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്മാർ സഖ്യകക്ഷികൾ ഒരു കൊല്ലത്തെ വീട്ടിൽ മറ്റേ ED ഒക്കെ കയറിയിട്ടുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറേയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പം റീസൺ MPയുടെ വീട്ടിൽ നിന്ന് എത്ര കണക്ക് പൈസ ഇട്ട് നമ്മളിവിടെ 5 വയസ്സല്ലാതെ ബുദ്ധിമുട്ടുമാണ് അങ്ങനെ കെട്ടായി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലെന്താ കാണിക്കുന്നത്? മാത്രമല്ല നമുക്കറിയാലോ ഈ പല പൊളിറ്റീഷ്യൻസും ഇവന്മാരെങ്ങനെ ഒന്നും ഇല്ലായ്മയെന്ന് വന്ന് ഇത്ര എത്തിയത് എങ്ങനെ ഇപ്പോൾ അന്വേഷണം നടന്നിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഭരിച്ച സമയം കോൺഗ്രസ് എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നുള്ളതുകൊണ്ട് ആരെയും ഒരു പരിധി കൂടുതൽ കോൺഗ്രസ് മുഖം കറപ്പിക്കില്ലായിരുന്നു. അപ്പോൾ അവരങ്ങ് കോംപ്രമൈസ് ചെയ്ത് പോകുമായിരുന്നു. പല കാര്യങ്ങളും നമ്മൾ കണ്ടു. BJPക്ക് അതല്ല. BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ കത്തോലിക്ക സഭയെ കൊണ്ട് വന്നില്ല. അവർക്ക് 100 വർഷം 200 വർഷത്തെ ഒരു ലക്ഷ്യമുണ്ട്. അവർ ഓരോന്നായിട്ട് പതുക്കെ അതിലേക്ക് അച്ചീവ് ചെയ്യുക. അതിനൊന്ന് ഈ പറയുന്നതിൻ്റെ മാതിരി ഈ ക്ലീൻ ഇന്ത്യ എന്നുള്ള അവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അവരത് രാഷ്ട്രീയവും കൂടി ഉണ്ട്. രണ്ടും കൂടി മിങ്കിൾ ചെയ്താണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ പേടിക്കുന്നു. പേടിക്കുന്നത് എങ്ങനെ നിങ്ങൾ BJPനെ അടിച്ചു? അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് BJPക്ക് എതിരുള്ളതുകൊണ്ടാണോ? അപ്പോൾ എന്നിട്ട് പോലും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ നിലവിലുള്ള സാഹചര്യത്തിൽ കോൺഗ്രസ് ചെയ്യാൻ പറ്റുമ്പോൾ മാക്സിമം കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ ഇതിൽ കൂടുതൽ എന്തോന്ന് ചെയ്യാനാണ്? അപ്പോൾ അത് ജനങ്ങൾക്ക് ഇനി ജനങ്ങൾക്കത് മനസ്സിലാവണം. ജനങ്ങൾ എത്രത്തോളം മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് വലിയ ഹിരാക്കുണ്ട് പോലെയുള്ള പദ്ധതികളെ കൊണ്ടുവന്ന് ഗ്രാമത്തിൽ വെള്ളം എത്തിച്ചു, ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോഡി ചെയ്യുന്നത് വെച്ചാൽ അവരുടെ അടുത്ത ഘട്ടത്തെ മോഡി അഡ്രസ്സ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഗ്യാസ് കുറ്റി, വീട്, അതുപോലെ തന്നെ ശുദ്ധജല വിതരണം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ചുട്ടപ്പമായിട്ട് എത്തിക്കുകയാണ്. കോൺഗ്രസ് എത്തിയ വലിയ പദ്ധതികൾ കൊണ്ടത് നിങ്ങളതിന് വരുമാനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ചുട്ടപ്പം പോലെ എത്തിക്കുകയാണ്. കോൺഗ്രസ് നിങ്ങൾ പറഞ്ഞല്ലോ ഈ 20 സീറ്റ് 2014 മുമ്പുള്ള ഇലക്ഷൻ നേടി. അതെന്തുകൊണ്ടാണ്? പ്രധാനമായിട്ട് MRIG എന്ന് പറഞ്ഞുള്ള പരിപാടി ഉണ്ടല്ലോ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. സത്യത്തിൽ ബേസിക്കലി അതാണ്. അത് ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളും ഈ പാവങ്ങൾക്കൊന്നും ഈ ഗവൺമെൻറ് ചിലവാക്കുന്ന കാശത്തിലായിരുന്നു. അത് വലിയൊരു രീതിയിൽ എത്തിക്കാൻ ആ പദ്ധതി കൊണ്ട് കഴിയുണ്ടായി. സത്യത്തിൽ അതിൻ്റെ ഒരു ഫീൽ ഗുഡ് ഫാക്ടറിൻ്റെ ഗുണഭോക്താവായിരുന്നു ആ കാലഘട്ടത്തെ കോൺഗ്രസിൻ്റെ വിജയം. ഞാൻ പറയുന്നത് അത്തരം പോളിസീസായിട്ട് ഈ കണ്ടതിനൊക്കെ ഈ മോഡീനെ ഇങ്ങനെ എതിർക്കും. മോഡി അവിടെ നിന്ന് വളരെ ചെയ്യുന്നത്. നിങ്ങളെത്ര ഇന്ത്യയിൽ നമുക്ക് വിശ്വാസം, നിങ്ങൾ ഒരേ കൂടുതൽ ദുഷിച്ച് പറയുമ്പോൾ അയാൾ വളരുമെന്നൊരു വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെയാണ് മോഡിയുടെ കാര്യം, പിണറായിയുടെ കാര്യം. നിങ്ങൾ ദുഷിച്ച് പറയുന്നതിനനുസരിച്ച് ഇവർ വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ക്രിയാത്മകമായിട്ട് അവരെ നേരിട്ട് കൊണ്ട് നിങ്ങളെ ഇന്നലെ നിങ്ങൾക്ക് നല്ലൊരു ഇന്നലെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ആഫ്രിക്ക പോലെ തകർന്ന് തരിപ്പണമായി ഛിന്നഭിന്നമായി പോകുമായിരുന്ന ഒരു രാജ്യത്തെ പല ദേശീയത തമിഴന്മാരും ആസാമീസൊക്കെ കാട്ടിക്കൂട്ടി നമുക്കറിയാലോ. ഇങ്ങനെ ഇന്ന് മോഡിക്ക് അതിൻ്റെ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ എത്തിച്ചതിൽ കോൺഗ്രസിന് വലിയൊരു പങ്കുണ്ട്. നിങ്ങൾ അതൊക്കെ കോൺഫിഡൻ്റായി പോയി. നിങ്ങൾ ഈ ചർച്ചയിൽ വന്നിട്ട് ഇപ്പം ഇതേപോലെ മാന്യമായി സംസാരിക്കുന്ന ചർച്ചയിൽ വന്ന കേരളത്തിൽ ആഘോഷിച്ചുകൊണ്ട് അത്ര കാര്യമൊന്നുമില്ല. ദേശീയ ചാനൽ അർണബ് ഗോസ്വാമിയുടെ മുന്നിൽ പോയിട്ട് തിരിച്ച് ആഘോഷിച്ചാൽ മതി. നിങ്ങൾ ചെയ്യില്ലല്ലോ. നിങ്ങളവിടെ മാന്യന്മാരായി പോയിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഈ കേരളത്തിലാണ് വന്ന് വെറുതെ ആഘോഷിക്കും. കാരണം കേരളത്തിൽ ശരിക്കും ഈ നമ്മുടെ വേണുവിനെ പോലെയുള്ള ആളുകളുടെ ചർച്ചയാണ് നല്ലത്. പക്ഷേ ഉത്തരേന്ത്യ തിരിച്ച് ആഘോഷിക്കുന്നുണ്ട്, അത് ചെയ്യില്ല. അതൊക്കെയാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ നിങ്ങളങ്ങനെ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജനങ്ങളിലേക്ക് പോയി നിങ്ങൾ പാർട്ടി സംവിധാനത്തെ മെച്ചപ്പെടുത്തും. അതല്ലേ പ്രശ്നം. RSSും അല്ല CPM നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന അവിടെയാണ്. സത്യത്തിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി പറ്റിയൊരു സംഭവം വെച്ചാൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക, ഒരു എന്താ പറയുക, എല്ലാവരും ലിബറൽ നിലപാട് ആ രീതിയിലേക്ക് ഉള്ള ഒരു പാർട്ടിയാണ് നിങ്ങൾ.
പൊതുവേ ആണുങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇഷ്ടം അത്രയും ലിബറൽ നിലപാടുകളാണ്. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങൾ പാർട്ടി സംവിധാനമില്ലായ്മയും പിന്നെ നിങ്ങൾ അധികാരത്തിൽ എത്തുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് അർമാദിച്ചു ഇതെല്ലാം എല്ലാ കാലത്തും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ടു മച്ച് ഓഫ് കോംപ്രമൈസ്. അപ്പോൾ മോഡിക്ക് വേണമെങ്കിൽ ടു മച്ച് ഓഫ് കോംപ്രമൈസ് ചെയ്യാമായിരുന്നു. പക്ഷേ മോഡിക്ക് ഈ അധികാരം വെച്ചാൽ നാളെ പോകും. അപ്പോൾ അതിൻ്റെ അപ്പുറം നോക്കുക ഈ ചെയ്ത പ്രവൃത്തികളാണ്. അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം അങ്ങനെ ഈ പറയുന്ന അഴിമതിക്കെതിരെയോ അതല്ലെങ്കിൽ ഈ പറയുന്ന ജന്മിത്തത്തിനെതിരെയോ ഒന്നും നിങ്ങൾ ആ രീതിയിലൊരു ശക്തമായിട്ടൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല. നിങ്ങൾ ഈ സിസ്റ്റം എല്ലാം ഉണ്ടായിട്ട് പോലും ചില ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാനും ചില രാഷ്ട്രീയക്കാരെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ആളുകൾ മോഡിയെ സംബന്ധിച്ച് മോഡി ഇപ്പോൾ ഇടി അയക്കുന്ന ഒരു രാഷ്ട്രീയമൊക്കെ ഉണ്ട് എന്ന് ആളുകൾക്ക് തോന്നാം. പക്ഷേ അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാകുന്നു. അതുപോലെ ഈ PF ഫൈന് നിരോധിച്ചു. നിങ്ങൾ നിരോധിച്ചാൽ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പിൻവലിക്കും. മോഡി അതല്ല, അവരെ ഫിനാൻഷ്യലായിട്ടുള്ള അവരുടെ എല്ലാ തരത്തിലുള്ള അസറ്റുകളും അങ്ങ് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി തിരിച്ചു വരാൻ പറ്റും. പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പിടിച്ച് ജയിലിലടിച്ചു. കാരണം ഹി മീൻ ഇറ്റ് എന്നൊരു ഫീൽ കൊടുക്കാൻ പറ്റും മോഡിക്ക് പറ്റുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മൾ എന്ത് സംഭവം നുള്ളി നോവിച്ച് വിട്ടേക്കാം എന്നുള്ള ഫീലാണ്. ചിലതിനൊന്നും നുള്ളി നോവിച്ച് വിട്ടാൽ പോരാ, ചിലതിനൊക്കെ ടെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇന്ദിരാഗാന്ധി ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവർ ആ രീതി അന്ന് RSS കോൺഗ്രസിന് ശക്തമായിട്ട് എതിർക്കുമ്പോൾ അവർക്ക് സോഫ്റ്റ് കോർണറുള്ള നേതാവാണ് ഇന്ദിരാഗാന്ധി. ഇപ്പോൾ ഇവൻ മോഡിക്ക് വരെ സോഫ്റ്റ് കോർണറുള്ള നേതാവാണ് ഇന്ദിരാഗാന്ധി. അതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു ഭാവി ഉണ്ടാകും. അല്ലാതെ പെട്ടെന്ന് മോഡിയെ തോൽപ്പിക്കാൻ വിചാരിച്ച് ഈ അലവലാദികളൊക്കെ കൂടി സഖ്യമുണ്ടെങ്കിൽ നിങ്ങളുള്ള ക്രെഡിബിലിറ്റി കൂടി പോവുക. പക്ഷേ എന്ത് ചെയ്യാനോ മറ്റു വഴിയില്ലല്ലോ. ഗണേഷ്, ഇവിടെ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി കഴിഞ്ഞു കോൺഗ്രസ്. കാരണം 255 അവർ സീറ്റ് എണ്ണം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ചുരുക്കുകയാണ്. പക്ഷേ അവിടെയും പ്രശ്നം ഈ മറ്റ് പ്രാദേശിക കക്ഷികളുടെ സമാജ്വാദി പാർട്ടി പോലെ JDU പോലെയുള്ള RJD പോലെയുള്ള DMK പോലെയുള്ള TMC പോലെയുള്ള കക്ഷികളുടെ പ്രശ്നമാണ്. പക്ഷേ അതൊരു വിലപേശൽ തന്ത്രം മാത്രമാണെന്ന് ശ്രീ സേനാപതി വേണു പറയുന്നു. ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. ഇന്ത്യ മുന്നണിയായി തന്നെ തെരഞ്ഞെടുപ്പിൽ നേരിടും. നയപരിപാടി കാണും. കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകും. BJPക്ക് വെല്ലുവിളിയാകുമോ അത്തരമൊരു സഖ്യം രൂപീകരിക്കപ്പെട്ടാൽ പൂർണ്ണ അർത്ഥത്തിൽ? ഒരിക്കലുമില്ല. നിങ്ങൾ നോക്കൂ, ഇവർക്കൊരു നയമുണ്ടോ ഈ സഖ്യത്തിന്? INDIA സഖ്യം എന്ന് പറയുന്നത് ഒരു ജനിക്കുന്നതിന് മുന്നേ മരിച്ചുപോയ ഒരു ചാപിള്ളയാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കൊരു നയമില്ല. അവർ 2-3 തവണ ഇപ്പോൾ INDA മുന്നണിയുടെ യോഗം പല നഗരങ്ങളിൽ ചേർന്നു. എന്താണ് അവർ മുന്നോട്ട് വെക്കുന്ന നയം? ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാരിനെ രാജ്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറാൻ പോലും സാധിക്കാത്ത ഒരു മുന്നണി, അവര് ഒരു തട്ടിക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ട് അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ നയം പ്രധാനമായിട്ടും ഒരേ ഒരു കാര്യമാണ്, നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കുക. അതല്ലാതെ അവർക്ക് എന്തെങ്കിലും ഒരു നയമുണ്ടോ? അവരെന്തെങ്കിലും മുന്നോട്ട് വെക്കുന്നുണ്ടോ? അവർ പറയുന്നു ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. തൊഴിലില്ലായ്മയ്ക്ക് രൂക്ഷമാണെങ്കിൽ അതിന് പകരം എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത്? ഇവിടെ മറ്റു മേഖലകളിലെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് അതിന് പകരം മുന്നോട്ട് വെക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവരിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ സീറ്റ് വിഭജനത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചുമാണ്. അവരുടെ നേതാവ് ആര് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. അവർക്കൊരു നേതാവിനെ മുന്നോട്ട് വെക്കാൻ അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നത് അവരുടെ ഒരു പരാജയം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പൊ കോൺഗ്രസ് തന്നെ പറഞ്ഞു 250 സീറ്റുകൾ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും. അങ്ങനെ ഒരു മുന്നണിക്ക് മത്സരിക്കാൻ സാധിക്കുമോ? 250 സീറ്റുകൾ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്ന ഒരു ഇതാണോ? അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ ഏക കാര്യം നരേന്ദ്രമോദിയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കിയിട്ട് അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടണം. അഴിമതി കേസുകൾ, കാരണം ഇവർ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇവരുണ്ടാക്കിയ അഴിമതി നടത്തി ഉണ്ടാക്കിയ പണം അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ജയിലിൽ പോകാതെ എന്താ പറയാ നമ്മുടെ ജയിലിൽ പോകാതെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജയിലിൽ പോകാതെ ഇരിക്കാനുള്ള ഒരു പോംവഴി മാത്രമാണ്. ഇത് ജനങ്ങൾക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഇവർ അധികാരത്തിൽ ഇരുന്ന സമയത്താണ് നമ്മൾ പൂജ്യത്തിന്റെ വില എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ സാധിച്ചത്. കാരണം ഇത്രയ്ക്കും പൂജ്യം ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നത് ഇവർ അധികാരത്തിൽ ഇരുന്ന സമയത്താണ്. ഇവർ എവിടേക്ക് അധികാരത്തിൽ ഇരുന്നോ അഴിമതിക്കാരായിട്ടുള്ള ഒരു കൂട്ടം ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഖ്യമാണ് ഈ INDIA മുന്നണി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സഖ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത്, കാരണം നേരത്തെ പറഞ്ഞു ഇന്ത്യ ഒരു വികസിത രാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു. ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അംഗീകരിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകാര്യത ലോകരാജ്യങ്ങളിൽ ലഭിക്കുന്നു. ലോകത്തിലെ എല്ലാ ജനങ്ങളും രാഷ്ട്ര നേതാക്കന്മാരും എല്ലാം നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നു. കാരണം ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന അംഗീകാരം, ആ അംഗീകാരം നഷ്ടപ്പെടുത്തിയിട്ട് ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ അധികാരത്തിൽ എത്തിക്കും എന്ന് ജനങ്ങൾ അധികാരത്തിൽ എത്തിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കും? ഒരിക്കലുമില്ല. കാരണം ഇവർ അധികാരത്തിൽ വന്നാൽ ഇന്ത്യൻ ജനത തല താഴ്ത്തി നിൽക്കേണ്ടി വരും. അഴിമതിക്കാരായിട്ടുള്ള ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഭരിക്കുന്നത് കാരണം
തല താഴ്ത്തി നിൽക്കേണ്ട സാഹചര്യം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യക്ക് ഉണ്ടാവുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. അങ്ങനെ ഒരു സഖ്യത്തിലാണ് ഇവർക്ക് ഇപ്പോഴും ഒരു ഒരു മിനിമം പ്രോഗ്രാം പോലും ഇവർക്ക് മുന്നോട്ട് വെക്കാൻ പോലും സാധിക്കാതെ. കാരണം നമ്മളൊന്ന് കേരളത്തിൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ പോലും ഇവർക്കൊന്ന് ഒരുമിച്ച് മത്സരിക്കാൻ സാധിക്കുമോ? ഇവിടെ UDF-ഉം അതേപോലെ തന്നെ LDF-ഉം ഒരേ മുന്നണിയാണ്, INDA മുന്നണി എന്ന് പറഞ്ഞ ഒരേ മുന്നണിയാണ്. പക്ഷെ ഞങ്ങൾ നേരിട്ട് മത്സരിക്കും എന്ന് പറയുന്ന തരത്തിലേക്ക് ഇവർക്ക് കേരളത്തിൽ പോലും സാധിക്കുകയില്ല. അപ്പോഴാണ് യു പിയിൽ ഇവർക്ക് എങ്ങനെ സാധിക്കാനാണ്? ഇവിടെ ബംഗാളിൽ എങ്ങനെ സാധിക്കാം? ബംഗാളിൽ മമതാ ബാനർജി കൊടുക്കുന്ന ഭിക്ഷ മേടിച്ചിട്ട് എന്താ പറയാ ഭിക്ഷ കൊടുക്കുന്ന സീറ്റുകൾ മേടിച്ചിട്ട് മത്സരിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഇവരുടെ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയാണ് മത്സരിക്കുക? ഈ കേരളമല്ലാതെ എവിടേക്കാണ് വരാൻ മത്സരിക്കാൻ? ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മത്സരിക്കാൻ ഇവർക്ക് സാധിക്കുമോ? അപ്പൊ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ ഇരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരും അതേ KC വേണുഗോപാലിനെ പോലെയുള്ള ആളുകളും ചേർന്നിട്ട് കോൺഗ്രസ് പാർട്ടിയെയും രാഹുൽ ഗാന്ധിയെയും തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയ ഒരു മുന്നണി മാത്രമാണ്. കാരണം ഈ മുന്നണിയെ കുറിച്ചുള്ള ചർച്ച എന്ന് പറയുന്നത് ഈ മലയാള പ്രാദേശിക മാധ്യമങ്ങളിൽ അല്ലാതെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര വിലയെ ദേശീയ മാധ്യമങ്ങൾ പോലും ഈ മുന്നണിക്ക് കൊടുക്കുന്നുള്ളൂ. കാരണം അതിനെ ഒരു വിലയുമില്ലാത്ത ഒരു മുന്നണിയായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ പോലും കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സഖ്യത്തിന് ഒരു മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാനല്ല, രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആരും കരുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ ഡൽഹി ആണെങ്കിലും പ്രധാനപ്പെട്ട ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടുള്ള മധ്യപ്രദേശിലാണെങ്കിലും അതേപോലെ തന്നെ രാജസ്ഥാനിലാണെങ്കിലും ഈ ആം ആദ്മിയും അതേപോലെ തന്നെ നേരിട്ട് കോൺഗ്രസും മത്സരിക്കുന്ന പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇവർക്കൊരു സഖ്യം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇത്ര സീറ്റിൽ മിനിമം ഇത്ര സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും, ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ടുള്ള ഒരു പാർട്ടിക്ക് ഇത്ര സീറ്റ് കൊടുക്കും എന്ന് പോലും പറയാൻ സാധിക്കുകയില്ല. പരസ്പരം കേരളത്തിൽ പോലും പറയുന്നത് പരസ്പരം മത്സരിച്ചിട്ട് അവർ ഒന്നാമതെത്തുന്ന പാർട്ടി അവിടെ പോയി രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്നാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഒരു മുന്നണിക്ക് സാധിക്കുമോ? അങ്ങനെ ഒരു ജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുമോ? ജനങ്ങളുടെ അടുത്ത് ഒരു വിശ്വാസം വേണ്ടേ ഇവർ മുന്നണി ഉണ്ടാക്കുന്ന സമയത്ത് അത് നിലനിൽക്കുമെന്ന്? നമുക്കറിയാം നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സഖ്യ സർക്കാരുകൾ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, ഈ രാജ്യത്തിന്റെ വികസനത്തിന് ഈ സഖ്യ സർക്കാരുകൾ എങ്ങനെയാണ് തടസ്സം നിന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു സഖ്യമാണ്, ഘടകകക്ഷികളുണ്ട് ഗണേഷ്. NDA ഒരു സഖ്യമാണ്, ഘടകകക്ഷികളുണ്ട്. പക്ഷേ അതേ സഖ്യത്തിൽ നിൽക്കുന്ന നരേന്ദ്രമോദി തന്നെ പറയുകയാണ് അവിയൽ മുന്നണിയാണ് മറുവശത്ത്. അപ്പോൾ ഒരു മുന്നണി ഇല്ലാതെ ഒറ്റയ്ക്ക് ഭരിക്കണം എന്ന ലക്ഷ്യമാണോ BJPക്ക്? മുന്നണി സംവിധാനത്തോട് BJPക്ക് പൊതുവെ ഒരു പുച്ഛമാണോ? അല്ല, അങ്ങനെയല്ല. ഞങ്ങളും മുന്നണിയായിട്ടാണല്ലോ ഇവിടെ വാജ്പേയി സർക്കാർ അധികാരത്തിലിരുന്നത്, NDA സർക്കാർ അധികാരത്തിലിരുന്നു. 5 വർഷം ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ? അപ്പോൾ പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് കഴിഞ്ഞ തുടർച്ചയായിട്ട് 90-കൾക്ക് ശേഷം എങ്ങനെയാണ് രാജ്യം ഈ സഖ്യ സർക്കാരുകളുമായിട്ട് മുന്നോട്ട് പോയത് എന്ന് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. വലിയ തോതിലുള്ള വികസന നയങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വലിയ തടസ്സങ്ങൾ ഇത്തരത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ ഉണ്ടാക്കിയ തടസ്സങ്ങളൊക്കെ നമുക്ക് ഓരോ സർക്കാരിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. വലിയ അഴിമതികൾ ഇത്തരം സഖ്യ സർക്കാരുകളിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെ നിയന്ത്രിക്കാൻ പോലും സാധിക്കാതെ വലിയ അഴിമതികൾക്ക് നേതൃത്വം കൊടുത്ത പ്രാദേശിക പാർട്ടികൾ പോലും ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെ പോലും ഒന്ന് പറയാൻ, അവരെ ഒന്ന് പേടിപ്പിച്ച് നിർത്താൻ പോലും ഇവിടെ മൻമോഹൻ സിംഗിനടക്കമുള്ള ആളുകൾക്ക് സാധിക്കാതെ പോയതും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ സമയത്ത് എങ്ങനെയാണ് സാമ്പത്തിക നയങ്ങളിലും അതേപോലെ തന്നെ വിദേശകാര്യ നയങ്ങളിലും എല്ലാ മേഖലകളിലും എങ്ങനെയാണ് സർക്കാരുകൾക്ക് തീരുമാനമെടുക്കുക, അങ്ങനെ സർക്കാരുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, ഈ രാജ്യത്തെ വികസനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളിൽ അനുഭവം കഴിഞ്ഞ 10 വർഷമായി ജനങ്ങളുടെ മുന്നിലുണ്ട്. ഒരു തന്റേടമുള്ള, ഒരു ശക്തിയുള്ള, എന്താ പറയാ, ഒരു തന്റേടത്തോടെ ഭരിക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് മുന്നിലുള്ള സമയത്ത് എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ പോലും എങ്ങനെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം നമുക്ക് സൂചന തന്നിട്ടുണ്ട്. ആ 10 വർഷക്കാലമായിട്ട് രാജ്യം നടപ്പിലാക്കി അതാണ് ഈ എതിരാളി നരേന്ദ്രമോദിയാണ്. വലിയ സംഘടനാ സംവിധാനമുള്ള ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് വലിയ തോതിൽ വേരുണ്ടാക്കിയ BJP-യാണ്. അവിടെയാണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത് 2024 ഭരിക്കും NDA, ഒപ്പം അവിയൽ മുന്നണിയാണ് മറുവശത്ത് എന്ന് പറയുന്നത്. മുന്നണി സംവിധാനത്തെ മാറ്റിമറിച്ചുകൊണ്ട് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി കഴിഞ്ഞ തവണ. ഇത്തവണയും അതിനുള്ള കൂടുതൽ സീറ്റുകളിലേക്ക് BJP പോകാൻ ശ്രമിക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ വലിയ തോതിൽ കഴിഞ്ഞ മാസങ്ങളായി യുവശക്തിയും നാരീശക്തിയെയും ഒക്കെ ഇളക്കി മറിച്ചുകൊണ്ട് പ്രചരണ കോലാഹലം നടത്തുന്ന BJPയോടും NDAയോടുമാണ്, നരേന്ദ്രമോദിയോടുമാണ് മത്സരിക്കേണ്ടത്. അവിടെയാണ് ഈ പ്രാദേശിക തലത്തിൽ പോലുള്ള പ്രശ്നങ്ങൾ. രഞ്ജിത്തെ, ഞാൻ രഞ്ജിത്തിനെയും ഗണേശിനെയും ഒരു
ഒരു 3 മാസം മുമ്പ്, 3 മാസം എന്നല്ല, ഒരു 5 മാസം മുമ്പുള്ള ഒരു രാഷ്ട്രീയ കാര്യം, ഒരു പക്ഷേ അങ്ങയുടെ ശ്രദ്ധയിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. നമ്മുടെ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഏതാണ്ട് ഒരു 90 ദിവസം മുമ്പാണ് ഉത്തർപ്രദേശിലെ ക്വാസി എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അപ്പൊ ഉപതെരഞ്ഞെടുപ്പിന്റെ സാധ്യത എന്തെന്ന് ചോദിച്ചാൽ, ഉണ്ടായ കാരണം എന്തെന്ന് ചോദിച്ചാൽ, സമാജ്വാദി പാർട്ടിയിലെ ഒരു MLA തന്റെ MLA സ്ഥാനം രാജിവെച്ചതിന് ശേഷം BJPയിൽ ചേർന്നു. അപ്പോ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് അതിനപ്പുറത്തേക്ക് മറുവാക്കില്ല എന്നുള്ളതാണല്ലോ. അപ്പോ യോഗി ആദിത്യനാഥ് നേരിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ, അതായത് സമാജ്വാദി പാർട്ടിയിൽ നിന്നും കൂറുമാറിയ ആള് BJPയുടെ സ്ഥാനാർത്ഥിയായി രാജിവെക്കാനുള്ള മര്യാദ അദ്ദേഹം കാണിച്ചു. രാജിവെച്ച് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെയായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി. ഞാൻ ഉത്തർപ്രദേശിലെ കാര്യമാണ് പറയുന്നത്. ഇവരുടെ ഈ കാലഘട്ടത്തിൽ അവിടെ 35,000 വോട്ടിനാണ് ക്വാസി എന്ന് പറയുന്ന അസംബ്ലി നിയോജക മണ്ഡലത്തിൽ INDIA-യുടെ സ്ഥാനാർത്ഥി, സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ എല്ലാവരും പിന്തുണ കൊടുത്തു. 35,000 വോട്ടിൽ എന്ന് പറഞ്ഞാൽ യോഗി ആദിത്യനാഥ് നേരിട്ട് ദിവസങ്ങളോളം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയ ഒരു മണ്ഡലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അന്ധമായി എല്ലാവരും BJP സഖ്യത്തിലും BJPയിലുമാണ് എന്നൊന്നും ഇവർ ധരിക്കണ്ട. ഇവർക്ക് ഇപ്പം 303 സീറ്റുകളിൽ, ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, ആ 303 സീറ്റുകളിൽ ഈ വടക്കേ ഇന്ത്യക്കാർ ബിമാരു എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട്. ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. അതിന്റെ ഒരു പിന്നാക്കാവസ്ഥയെ സൂചിപ്പിച്ചാണ്. ബിമാരു എന്ന് പറഞ്ഞാൽ രോഗിയാണ്, പിന്നോക്കാവസ്ഥയെ സൂചിപ്പിച്ച് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബിമാരു എന്ന് പറയുന്ന ഹിന്ദി ബെൽറ്റ്, അതിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനം, ഹിന്ദി ബെൽറ്റ് സംസ്ഥാനം. ആ ഹിന്ദി ബെൽറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർ അച്ചീവ് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധിയിലെത്തി. അത് UPയിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും അതുപോലെ തന്നെ ഈ ഛത്തീസ്ഗഡിലാണെങ്കിലും ഈ ഹിന്ദി ബെൽറ്റിൽ ഇവര് അച്ചീവ് ചെയ്യാവുന്നതിന്റെ പരമാവധി കഴിഞ്ഞ 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എത്തി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ അവർക്ക് ശക്തി ക്ഷയമാണ്. അത് ഗണേശ്, അതിന് പകരം 120 സീറ്റുകൾ വേറെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മാസങ്ങളായി. ഏതാ തോറ്റ സീറ്റുകളായ 150 അടുത്ത സീറ്റുകളിൽ കൂടുതൽ പ്രവർത്തനം നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു BJP. അല്ല, അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവർക്ക് കഴിഞ്ഞ പ്രാവശ്യം 28-ൽ 26 കർണാടകത്തില് ഞങ്ങളുടെ DK ശിവകുമാറിന്റെ സഹോദരൻ സുരേഷും അതുപോലെ തന്നെ നമ്മുടെ ദേവഗൌഡയുടെ ചെറുമകനും 2 പേരും മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം കർണാടകത്തിൽ നിന്ന് ജയിച്ചത്. 26 ഇവർക്കുണ്ടായിരുന്നതാണ്. ഇപ്പൊ സ്ഥിതിവിശേഷം എങ്ങനെ വരും? അതായത് ഈ വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിൽ ഇവരെ ഒരു പരമാവധിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി അവിടുന്ന് താഴേക്ക് പോരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദക്ഷിണേന്ത്യയിൽ ഇവർക്ക് കയ്യിലുള്ളത് പോകുന്നു. അതായത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവരിങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പോലെ. അപ്പൊ ഇനി അദ്ദേഹം ചോദിച്ചു, നേതാക്കളില്ലാതെ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഞാൻ ചോദിക്കുന്നത്, 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയെ കാണിച്ചുകൊണ്ടാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച്? അല്ലല്ലോ. നിങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ BJP പറഞ്ഞത് ആര് വരുമെന്നാണ്? LK അദ്വാനി തെരഞ്ഞെടുപ്പിൽ, LK അദ്വാനിയോ മുരളി മനോഹർ ജോഷിയോ? കാരണം അവരാണ് ആ പാർട്ടിയെ സൃഷ്ടിച്ചതും ആ പാർട്ടിയെ നിലയിലെത്തിച്ചു. ഞാൻ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, 2014 അന്ന് മോദി എന്ന് പറയുന്നത് ഗുജറാത്തിലെ കേവലം ഒരു മുഖ്യമന്ത്രി മാത്രമായിരുന്നു. BJPയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വന്നുവെങ്കിലും അവരിൽ 4-5 നേതാക്കൾ അതിന് മുകളിൽ നിന്നെടുത്ത അന്നാണ് വന്നത്. അപ്പോ ഒരു നേതാവിനെ നിങ്ങളിപ്പോ ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. 2004 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അന്ന് UPA മത്സരിക്കുമ്പോൾ ഞങ്ങൾ ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിച്ചില്ലല്ലോ. നിങ്ങൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷങ്ങളുമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതാണ്. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല, ഞങ്ങൾ ജയിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രത്തിൽ അങ്ങനെ ഇന്ന ഒരാൾ നേതാവാകണം ഇല്ലെങ്കിൽ ഇന്ന ഒരാൾ പ്രധാനമന്ത്രിയാകണം എന്നൊന്നുമില്ല. നല്ല യോഗ്യരായ, ഇവിടെ ഫക്രുദ്ദീൻ ചൂണ്ടിക്കാണിച്ച ആ പേരുൾപ്പെടെ നല്ല കാലിബറായ ആളുകൾ ഇന്ത്യ മുന്നണിയിലുണ്ട്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ അങ്ങ് സൂചിപ്പിച്ചത് ഇതൊക്കെ അഴിമതിക്കെതിരെ. ഞാൻ ചോദിക്കുന്നത്, 10 കൊല്ലമായി നിങ്ങൾ ഈ രാജ്യത്ത് ഭരണം നടത്തുന്നതാണ്. നിങ്ങൾ അഴിമതിക്കാരെ, ഇനി ഇവരിൽ ആരൊക്കെയാണ് അഴിമതിക്കാരെ എന്ന് ഇനിയും കണ്ടെത്താനെന്നോ വൈകേണ്ടതായിട്ടുണ്ടോ? അപ്പൊ അതൊന്നും അല്ല ഈ തെരഞ്ഞെടുപ്പ് ചർച്ച. പിന്നെ ഒരു കാര്യം അങ്ങ് മനസ്സിലാക്കേണ്ടത്, എല്ലാ കാലഘട്ടത്തിലും ഈ അതിവൈകാരികമായ രാമക്ഷേത്രമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾ അങ്ങനെയല്ല. ഇന്ത്യയിലെ ജനങ്ങൾ മാറി മാറി സർക്കാരുകളെ, അതിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് മുന്നോക്കം നിൽക്കുന്ന കേരളത്തെക്കാൾ വോട്ടിംഗ് രംഗത്ത് വളരെ വിവേകവും വിവേചനവും കാണിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലെ ഈ വലിയ
വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ, അൺപഡ് എന്ന് വടക്കേ ഇന്ത്യയിൽ പറയുന്ന ആളുകൾ, അവര് വളരെ സൂക്ഷ്മമായിട്ടാണ് രാഷ്ട്രീയത്തെ നിരീക്ഷിച്ച് 10 കൊല്ലം അവർ നരേന്ദ്രമോദിയെ പരീക്ഷിച്ചു. നരേന്ദ്രമോദിയുടെ പരമാവധി എന്താണ് ഈ രാജ്യത്തിന് ചെയ്യാൻ കഴിയുന്നെന്നുള്ള അവർ കണ്ടു കഴിഞ്ഞു. തൊഴിലില്ലായ്മയെ കുറിച്ച് അങ്ങ് പറയുന്നത് 7 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തത്. നിങ്ങൾ 20 കോടി ആളുകൾക്ക് തൊഴിൽ കൊടുക്കേണ്ടതാണ്. കർഷകരുടെ സ്ഥിതിവിശേഷം വലിയ പ്രതിസന്ധിയിലാണ്. വിലക്കയറ്റം കൊണ്ട് രാജ്യം പൊറുതിമുട്ടുന്നു. അതുപോലെ തന്നെ എന്താ പറഞ്ഞ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ ഇതൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വളരെ വിപുലമായിട്ട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഗണേശ്, ഞാനൊരു കാര്യം ഗണേശനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ വന്ന നരേന്ദ്രമോദി BJPയുടെ ദേശീയ സമ്മേളനത്തിൽ പറഞ്ഞത് അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് അയോധ്യയിലെ അമ്പലമായിരിക്കുന്നു? എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ അദ്ദേഹം 3/4 മണിക്കൂർ പ്രസംഗം നടത്തിയതിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെ നമ്മുടെ വിഷയം അയോധ്യയിലെ അമ്പലമാണെന്ന് എന്തേ പറയാത്തത്? അങ്ങനെ അയോധ്യയിലെ അമ്പലത്തിന്റെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ 10 കൊല്ലം ഒരു ഗവൺമെന്റിനെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി, ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്, നെഹ്റുവിന് മാത്രമാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. ബാക്കി ഏത് പ്രഗത്ഭരെയും അവർ മാറ്റി പരീക്ഷിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ഒരാളിൽ നിന്ന് ലഭിക്കുന്നത് പരമാവധി ഇത്രയെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയിലെ ജനങ്ങൾ അവർ സജീവ രാഷ്ട്രീയക്കാരല്ല എങ്കിലും രാഷ്ട്രീയത്തെ നല്ലതുപോലെ നിരീക്ഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണല്ലോ അടിയന്തരാവസ്ഥയിൽ തെറ്റുപറ്റിയെന്നുകൊണ്ട് കേരളം 117 സീറ്റിൽ UDF-നെയും എല്ലാ MP-മാരെയും കോൺഗ്രസിനെയും എല്ലാ MP-മാരെയും ഇവിടുന്ന് ജയിപ്പിച്ചു. അസംബ്ലിയിൽ ഞങ്ങൾ 117 പാർലമെന്റിലേക്കുള്ള മുഴുവൻ സീറ്റുകളും ജയിച്ചപ്പോൾ വടക്കേ ഇന്ത്യ തൂത്തുവാരിയതെന്താ? അവിടുത്തെ ആളുകൾ വളരെ, കാരണം എനിക്ക് ഈ വടക്കേ ഇന്ത്യയിൽ യാത്ര ചെയ്തും അവിടെ സേവനം അനുഷ്ഠിച്ചും എനിക്ക് നല്ല പരിചയമുണ്ട്. നല്ലപോലെ രാഷ്ട്രീയം പഠിക്കുന്ന ആളുകളും രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതും ദേശത്തെ മനസ്സിലാക്കുന്നതും നമ്മളെക്കാളൊക്കെ ഒരുപാട് ദേശസ്നേഹവും കൂറും ഒക്കെ കാണിക്കുന്ന ആളുകൾ. അവർ 10 കൊല്ലത്തിനപ്പുറത്തേക്ക് ഒരു പ്രധാനമന്ത്രിയെ പരീക്ഷിച്ച ഒരു ചരിത്രമില്ല. അതാണ് ശ്രീ സേനാപതി വേണു പങ്കുവെക്കുന്ന ആത്മവിശ്വാസം. ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ മിക്ക കോൺഗ്രസ് നേതാക്കളും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയ്ക്ക് വരുന്നവരൊക്കെ പറയുന്ന ഒരു പ്രധാന വാദമാണ്. കാരണം BJP അതിൻ്റെ പരമാവധി മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു, ഇനി താഴോട്ടായിരിക്കും, മുകളിലേക്കൊരു പോക്കില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയതോ അല്ലെങ്കിൽ ബാലികേറാമലയായ സീറ്റുകളോ കേരളത്തിലടക്കമുള്ള സീറ്റുകളിലോ ഒക്കെ 150ഓളം സീറ്റുകളിൽ നേരത്തെ തന്നെ കാലേക്കൂട്ടിയുള്ള പ്രവർത്തനം അവർ പ്രധാനപ്പെട്ട നേതാക്കളെ മുന്നോട്ട് വെച്ച് നടത്തി തുടങ്ങി കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി BJPക്കുണ്ട് നേരത്തെ മുതൽ തന്നെ. ഈ സേനാപതി വേണു പറഞ്ഞ വാദം ശരിയാണെങ്കിൽ അല്ല, ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ സേനാപതി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ ഇതെപ്പോഴും അതൊരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ എന്ന് പറയും നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ. ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിൽ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും. പക്ഷേ ആ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ ഉണ്ടോ പൊളിറ്റിക്സ് ഉത്തരേന്ത്യയിൽ എന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ദിരാഗാന്ധിക്കെതിരെ ശക്തമായി മൊറാർജി ദേശായിനെ പോലെയുള്ള ജയപ്രകാശ് നാരായണനെ പോലെയുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൻമോഹൻ സിംഗിന് ശേഷം അത് എനിക്കൊന്ന് സേനാപതി ചെറിയൊരു അശ്രദ്ധയായിരിക്കും, അദ്ദേഹത്തിന് അറിയാതെ വിട്ടുപോയതായിരിക്കും. അവരൊരു വർഷം മുമ്പ് തന്നെ മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചിരുന്നു. അതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ വലതുപക്ഷ മാധ്യമങ്ങൾ മോഡിയെ ഒരു ഡെവലപ്മെൻറ്റ് ഐക്കണായിട്ട് തന്നെ ഉയർത്തി കാണിച്ചു. നെക്സ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ്. ഇന്ത്യ ടുഡേയിലെ ആ പയ്യനില്ല, ഇങ്ങനെ പല്ലൊക്കെ കുന്തിയിട്ടുള്ള ആ പയ്യൻ വന്ന് പറഞ്ഞത് നെക്സ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ് പറഞ്ഞത്. അപ്പം ആ രീതിയിൽ ഉയർത്തി കാണിച്ചു. അങ്ങനെയാണ് ഞാനൊക്കെ ആ സമയത്ത് മോഡിയെ പറ്റി കൂടുതൽ പഠിക്കുകയും അതിൽ പ്രതികരിക്കുകയും ചെയ്തത്. അങ്ങനെ വളരെ കൃത്യമായിട്ട് ഒരു നെഗറ്റീവ് അവരുണ്ടായിക്കൊണ്ട് വന്നിരുന്നു. അതിലുപരിയായിട്ട് ഇവർക്ക് പറ്റിയ വേറൊരു അബദ്ധം ഉണ്ടായിരുന്നു. ഇവർ വെറുതെ ഡോവലിനെ കയറി അറസ്റ്റ് ചെയ്തു. ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോവലിനെ കയറി അറസ്റ്റ് ചെയ്തു. ഡോവൽ ആരാ നമുക്ക് ഇപ്പോഴെങ്കിലും അറിയാലോ, അത് ഇവർക്ക് പണ്ടേ അറിയായിരുന്നു. അപ്പോൾ ഡോവൽ അവിടെ ഒരു വിവേകാനന്ദ ഫൗണ്ടേഷൻ തുടങ്ങി. സത്യത്തിൽ അണ്ണാ ഹസാരെ മൂവ്മെൻറ്റിൻ്റെയും ഡൽഹിയിൽ നടന്ന ഈ ഇവരുടെ പാർട്ടിക്കെതിരാണ് ഓരോരോ ലീക്സ് ഉണ്ടല്ലോ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അത് എവിടെ നിന്ന് വന്നാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഡോവലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയാണ് അങ്ങനെ ഒരു മാഡ്ലി ഇന്ത്യൻ എന്ന് പറയുന്ന ഒരാളാണ്, ഈ മോഡിനൊക്കെ പോലെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെ അങ്ങനെ ഒരാളാണ്. സത്യത്തിൽ നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി എവിടെ നിന്നായിരിക്കും ഇതൊക്കെ വന്നത്. ഓരോ ലീക്കായിരുന്നില്ലേ, പിന്നെ എല്ലാം ട്രില്യനാണ്. അതായത് 2G കുംഭകോണം ആരുണ്ടാക്കിയത്? DMK-ക്കാരെ. അതെ. പിന്നെ ഉള്ളത് മറ്റേ 4G കുംഭകോണം, ISRൻ്റെ കുംഭകോണം. ഇങ്ങനെ ഓരോ മാസം ഓരോ വിനോദ് റായിനെ പോലെയുള്ള ഓഡിറ്റർ അതിന് ശേഷം പിന്നെയും വന്നില്ല, കാഗ് പിന്നെയും വന്നില്ല, കൺട്രോളർ ഓഫിൻ്റെ ഓഡിറ്റർ ജനറൽ. ഇങ്ങനെ ഇവർക്ക് പിന്നെ ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ട് അവിടെ നമ്മൾ ഷൂട്ടേഴ്സ് നിൽക്കുന്ന സമയത്ത് അതൊക്കെ എപ്പോഴാണ് ഇൻഫർമേഷൻ വരുന്നത്? ഇന്ത്യയിൽ നിന്ന് ഒരു കോൾ പോയി വേണ്ടാന്ന് തോന്നുന്നു. അത് കോൺഗ്രസ് അല്ല അതിൻ്റെ പിന്നിൽ, അത് അതിൽ ആരാന്ന് നമുക്കറിയാം. മഹാരാഷ്ട്ര ഇന്ത്യയിലുള്ള ഈ സഖ്യത്തിൽ തന്നെയുള്ള ഒരു മഹാനാണ് അതിൻ്റെ പിന്നിൽ. ഈ മഹാനും ജെറ്റ് എയർവേസ് ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും അതിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഇന്ത്യയിൽ. അപ്പോൾ എനിക്കിതറിയാം, നമ്മളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിന് ഈ കാര്യങ്ങൾ അറിയാം. കോൺഗ്രസിനൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും രാഷ്ട്രം എന്നുള്ള സംഭവം അവസാനം വരുന്നുണ്ടല്ലോ. നമ്മളിവിടെ ഇങ്ങനെ സ്വസ്ഥമായി ചർച്ച ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ ആ പട്ടാളക്കാർ അവിടെ കാവൽ കിടക്കുന്നതുകൊണ്ടാണ്, അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഈ ദാവൂദിനെ പോലുള്ളവനൊക്കെ പദ്ധതി ഇടുന്നതിന് മുമ്പ് നമ്മൾ മണത്തറിഞ്ഞ് അത് പൊടിച്ച് കളയുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെ ചില കോൺഗ്രസ്സിന് ഈ പറയുന്ന ഇന്ദിരാഗാന്ധിക്ക് ശേഷം അല്ലെങ്കിൽ രാജീവ് ഗാന്ധിക്ക് ശേഷം
ചില വീഴ്ചകൾ വന്നൊന്ന് ഫീൽ വളരെ ശക്തമാണ്. അത് ഉത്തരേന്ത്യ വളരെ സേനാപതി വേണുവൊക്കെ ഉത്തരേന്ത്യ വളരെ ഉണ്ടായിരുന്ന ആളാണ്. അവർക്ക് ഈ ഫീൽ വളരെ സൗത്ത് ഇന്ത്യൻസിൻ്റെ കുറച്ചുകൂടി ഈ പടിഞ്ഞാറ് നോക്കികളായതുകൊണ്ട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ ഫ്രഞ്ചുകാരൊക്കെ പോലെ ഇങ്ങനെ ലോക തത്വങ്ങളൊക്കെ സംസാരിക്കുകയായിരിക്കും. പക്ഷേ ഉത്തരേന്ത്യക്കാർ അങ്ങനെയല്ല. ഇതാണ് മോഡിയുടെ അസറ്റ്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഒരാളെ മുന്നോട്ട് വെക്കാൻ രാഹുൽ ഗാന്ധി ഒന്നും ആ രീതിയിൽ ഒരു പവർഫുൾ അല്ല. ഇയാൾ കൊള്ളാം, ആര് നമ്മുടെ ശശി തരൂർ കൊള്ളാം, എങ്കിൽ പോലും മോഡിയെ പോലെ അങ്ങനെ ഇത്തരം വിഷയങ്ങളൊക്കെ ശക്തമായിട്ട് പോയി അങ്ങ് ഷൂട്ട് ചെയ്ത് കളി എന്ന് പറയുന്ന ഒരു ആളാന്ന് നമുക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ പരം വെക്കാൻ അങ്ങനെ ഒരാൾ വേണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്റ്റാൻഡേർഡ് ആൻഡ് ടെമ്പറേച്ചറിന് പ്രഷർ ഇല്ല. ഇനി ഇതെല്ലാം പിന്നെ ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുകൊണ്ട് മോഡിക്കെതിരെ വോട്ട് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വേറെയുണ്ട്. അപ്പോൾ ഞാൻ പണ്ടത്തെ പോലെ ഈ പറഞ്ഞ വൈകാരികമായിട്ടും ചില ലോങ് നെഗറ്റീവിൻ്റെ പുറത്തും ചിന്തിക്കുന്നതാണ്. മൈന്യൂട്ടായിട്ട് ഇപ്പോൾ മുദ്രാ ലോൺ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ടോയ്ലറ്റ്, അത് സേനാപതി ഞാൻ പറയേണ്ട ആവശ്യമില്ല, യു പിയിലൊക്കെ ടോയ്ലറ്റിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള കാര്യം. ഇതൊക്കെയാണ് സത്യത്തിൽ ഇവരുടെ ഒരു അസറ്റ്. അതിൻ്റെ കൂടെ RSSൻ്റെ വളരെ കൃത്യമായിട്ട് ഇവർ വളരെ സൈലൻറ്റ് വിത്ത് കോൺഗ്രസിൻ്റെ സപ്പോർട്ടോട് കൂടി, അതാണ് കോൺഗ്രസ് മാത്രമല്ല ഇവിടെ ജനതാ പാർട്ടി എല്ലാവരുടെ സപ്പോർട്ടോട് കൂടി അവർ ഗാന്ധിജി എങ്ങനെയാണോ ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് നിർത്തലാക്കിയ സമയത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അവിടെ സ്കൂളുകൾ മറ്റുണ്ടാക്കി, അതുപോലെ RSS പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഗുണം ഇവർക്ക് കിട്ടുന്നത്. അതിൻ്റെ മുകളാണെങ്കിൽ ഈ മോഡി നിൽക്കുന്നത്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ അതിനപ്പുറത്തുള്ള ഒരു പ്രതീക്ഷയും അതിശക്തമായിട്ട് ഈ ദേശം സുരക്ഷിതമാണ്, ഞങ്ങൾ ദേശത്ത് സുരക്ഷിതമാണ് ഫീല് അവിടെ ജനങ്ങൾക്ക് കൊടുക്കണം. അല്ലാതെ എല്ലാ ആളുകളും RSSകാരും BJPക്കാരൊന്നും അല്ല അവിടെ. അവരുടെ എണ്ണം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വോട്ട് തന്നെ എടുത്ത് നോക്കിയാൽ 49% മാത്രമേ ഉള്ളൂ. പിന്നെ പക്ക RSSകാർ എന്നൊക്കെ പറയുന്ന ഒരു 25% ഉണ്ടാവും. പക്ഷേ അത് കൊടുക്കാൻ പറ്റണം. അത് കൊടുക്കാൻ പറ്റാത്ത കാലത്തോളം അധികം പ്രതീക്ഷയ്ക്ക് നമുക്കിപ്പം നോക്കുമ്പോൾ വകയില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ ഗണേഷ്, സേനാപതി വേണു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം ഈ BJP പരമാവധി സീറ്റുകൾ നേടിയ സംസ്ഥാനങ്ങളാണ് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും. അവിടെ നമുക്കറിയാം ഹിന്ദു ഹൃദയഭൂമിയിൽ കോൺഗ്രസ് തന്നെയാണ് എതിരാളികൾ. യു പിയിൽ ഒഴിച്ചാൽ മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഹിമാചൽ അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തന്നെയാണ് ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം BJP നേടിയിട്ടുണ്ടെങ്കിൽ പോലും വോട്ടിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ നേരിയ വ്യത്യാസം മാത്രമാണ് പലപ്പോഴും BJPയുമായി സംഭവിച്ചിട്ടുള്ളത്. സേനാപതി വേണു പറഞ്ഞ കാര്യം കൃത്യമായാൽ ഒരുപക്ഷേ ഈ സീറ്റ് എണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വ്യത്യാസം വന്നാൽ പ്രതീക്ഷിക്കാം ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം അവരുടെ. അല്ല, പ്രതീക്ഷ നല്ലതാണ്, പ്രതീക്ഷ വേണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ വലിയ പ്രതീക്ഷയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്, INDA സഖ്യത്തിന് ഈ നമ്മുടെ രാജസ്ഥാനും മധ്യപ്രദേശും അതേപോലെ തന്നെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. കാരണം മധ്യപ്രദേശ് അവർ പ്രതീക്ഷിച്ചു, വലിയ തോതിലുള്ള വിജയം അവർ പ്രതീക്ഷിച്ചു. അതിനനുസരിച്ചുള്ള ചർച്ചകളൊക്കെ പല മേഖലകളിൽ ഉണ്ടായിരുന്നു. രാജസ്ഥാനിലും അവർ തുടർച്ചയായിട്ടുള്ള വിജയം, ഒരു വാക്കോർ തന്നെയായിരുന്നു അവർ ഛത്തീസ്ഗഡിൽ പ്രതീക്ഷിച്ചത്. എന്താണ് ഉണ്ടായത്? എന്താണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഫാക്ടർ, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബ്രാൻഡ് എന്താണ്? കാരണം ജനങ്ങളിൽ അത്രയേറെ വിശ്വാസ്യത അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹം പങ്കെടുത്ത റാലികളുടെ എണ്ണം, കാരണം അദ്ദേഹം വരുന്ന സമയത്ത് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു സന്തോഷം. ആ സന്തോഷം തന്നെയാണ് തൃശ്ശൂരിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തൃശ്ശൂരിൽ വലിയ തോതിൽ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് പങ്കെടുത്തത്. ഏതെങ്കിലും കുടുംബശ്രീ യൂണിറ്റുകളെ ഭീഷണിപ്പെടുത്തിയിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് ആളെ കൊണ്ടുവന്നു എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കാൻ സാധിക്കുമോ? ഇവിടെ പിണറായി വിജയന്റെ ഒരു യാത്ര നടത്തുന്ന സമയത്ത് ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് അടുത്തത് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയിട്ട് CITUകാരൻ ഭീഷണിപ്പെടുത്തുകയാണ്. അടുത്ത ദിവസം ഈ പരിപാടിക്ക് വന്നില്ലെങ്കിൽ അടുത്ത ദിവസം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കേണ്ട. ഇത്തരത്തിലുള്ള ഭീഷണികളാണ് ഓരോ സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ നരേന്ദ്രമോദിയെ കാണുവാൻ വേണ്ടിയിട്ട് ജനകോടികൾ, ആളുകൾ ഒഴുകിയെത്തുകയാണ്. സ്ത്രീകള്, യുവജനങ്ങള്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. എന്താണ് കാരണം? നേരത്തെ ഈ ഫക്രുദ്ദീൻ അലിയെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യം തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാരിനെ, ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇപ്പോ ഇവര് ചെറിയ വോട്ടുകൾക്കാണ് തോറ്റത് എന്ന് പറയുന്ന സ്ഥലങ്ങളിലും ഈ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ എടുത്തു നോക്കിയാൽ 50% വോട്ടുകൾ പല ലോക്സഭാ മണ്ഡലങ്ങളിലും നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ യു പി ഇലക്ഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് പല മണ്ഡലങ്ങളിലും 50% വോട്ടുകൾ BJP നേടിക്കഴിഞ്ഞു. വരാൻ പോകുന്നത് ഒരു ദേശീയ തെരഞ്ഞെടുപ്പും കൂടിയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വികസനം, രാജ്യത്തിന്റെ ഒരു നേതാവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതിനെയും കൂടി നോക്കുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയാണ്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കം തന്നെ സൂചിപ്പിച്ചു, ഇവർക്കൊരു നേതാവുണ്ടോ? രാഹുൽ ഗാന്ധിയാണോ ഇവരുടെ നേതാവ്? ഇവർ തുറന്നു പറയട്ടെ, രാഹുൽ ഗാന്ധിയാണ്. അല്ല, നിതീഷ് കുമാറാണ് ഞങ്ങളുടെ നേതാവ്, മമതാ ബാനർജിയാണ്.
അങ്ങനെ പറയാൻ പോലും സാധിക്കുകയില്ല ഇവർക്ക്. കാരണം ആരാണ് നേതാവ് എന്ന് പറഞ്ഞാൽ അപ്പം നാളായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സഖ്യം അവർക്ക് എങ്ങനെയാണ് ഒരു മുന്നോട്ട് പോകാൻ സാധിക്കുക? ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുക? അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ നേരത്തെ ഫക്രുദ്ദീൻ അലിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ, ശക്തമായി മുന്നോട്ട് നയിക്കപ്പെടണം. ഞങ്ങൾക്ക് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ രാജ്യം തല ഉയർത്തി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനത, ആ ജനത ആണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ബ്രാൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവരാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ബ്രാൻഡിനെ വളർത്തിയെടുത്തത്. ഞങ്ങൾ എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുക, സാധാരണക്കാരന്റെ എല്ലാ വിഷയങ്ങളിലും അതിനെ അഡ്രസ് ചെയ്യുക എന്നതാണ്. ഇവിടെ രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തുന്നു. രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പെഗാസസ് പോലെയുള്ള വിഷയങ്ങൾ ഒരു ക്രിയാത്മക പ്രതിപക്ഷമാവുന്ന സമയത്ത്, ഒരു പെഗാസസ് പോലെയുള്ള വിഷയം ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് എന്തായിരുന്നു ഈ പാർലമെന്റിലെ ചർച്ചകളിലൊക്കെ രാഹുൽ ഗാന്ധി എടുത്ത സമീപനം? മണിപ്പൂരിന്റെ വിഷയം പാർലമെന്റ് ചർച്ചകളിൽ എങ്ങനെയാണ് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കുന്നത്? ഇവരിപ്പോഴും നമ്മുടെ നരേന്ദ്രമോദിയുടെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലേക്ക് ഇവർ മാറുന്നു. ഇവർ നരേന്ദ്രമോദിയുടെ ചായക്കാരനാണെന്നുള്ള, അല്ലെങ്കിൽ മരണത്തിന്റെ വ്യാപാരിയാണെന്നുള്ള, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ജാതി പറഞ്ഞുകൊണ്ടുള്ള പിന്നോക്കക്കാരനെന്ന് പറഞ്ഞുള്ള, കാരണം ഇവർക്ക് ഇപ്പോഴും അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ചായക്കടക്കാരനെ അംഗീകരിക്കുവാൻ സാധിക്കുന്നില്ല. ഇവരുടെ വരേണ്യ മനസ്ഥിതിയാണ് ഇതിനൊക്കെ പ്രശ്നമുണ്ടാക്കുന്നത്. സാധാരണക്കാരന്റെ ജനങ്ങളെ ഇത്രയേറെ അഡ്രസ് ചെയ്യുന്ന, സാധാരണക്കാരന്റെ ജനങ്ങളെ പൾസ് മനസ്സിലാക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇവരിപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഉത്തരേന്ത്യ മുഴുവൻ അത് നരേന്ദ്രമോദിയിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പുറന്തള്ളിക്കളയാം. അങ്ങനെയല്ല. ഇവര് ജനങ്ങളെ മറന്ന സമയത്താണ് എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരെയും പുറംകാലുകൊണ്ട് ഉത്തരേന്ത്യക്കാര് അടിച്ചു മാറ്റി തെറിപ്പിച്ചു കളയാൻ കാരണം? അവർക്ക് അവരൊരു പരിധി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഏകാധിപതികളെ പോലെ, അല്ലെങ്കിൽ അവരുടെ രാജാക്കന്മാരുടെ എന്താ പറയുക ഏകാധിപതികളായിട്ടുള്ള നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്ന് പ്രഖ്യാപിച്ചത് BJP വരുമെന്നല്ല, മോദിക്കാ ഗ്യാരണ്ടി, മോദി വരുമെന്നാണ്. പലപ്പോഴും സമ്മേളനങ്ങൾ അദ്ദേഹം പറഞ്ഞത് മോദി വരും, അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. മോദി വരും, ഞങ്ങളുടെ നേതാവും മോദിയാണ്, അത് യാതൊരുവിധ സംശയവുമില്ല. ഞങ്ങൾ ഓരോരോ കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. നേരത്തെ ഫക്രുദ്ദീൻ അലി നമ്മുടെ സേനാപതി തിരുത്തി കൊടുത്തു. ഞങ്ങൾ ഓരോ സമയത്തും മുന്നോട്ട് വെച്ച് 2014 നരേന്ദ്രമോദിയെ മുന്നോട്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾ വിജയിച്ചു. ഇവരെന്തൊക്കെ ഇവരെന്തൊക്കെ അന്ന് പറഞ്ഞുണ്ടാക്കി, ലാൽകൃഷ്ണ അദ്വാനിയുടെ പറഞ്ഞിട്ടും മുരളി മനോഹർ ജോഷിയെ പറഞ്ഞിട്ടും ഒക്കെ അവര് ഇതിനെ എന്താ പറയാ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. 2019 ഞങ്ങൾ നരേന്ദ്രമോദിയെ മുന്നോട്ട് വെച്ചു. നരേന്ദ്രമോദി നടത്തിയ 5 വർഷത്തെ ഭരണം മുന്നോട്ട് വെച്ചു. ഇപ്പോ വീണ്ടും ഞങ്ങൾ നരേന്ദ്രമോദിയെ മുന്നോട്ട് വെച്ച് കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾക്ക് മുന്നിൽ ഒരു രാമക്ഷേത്രം മാത്രമല്ല ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിഷയം. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾ കൊടുത്ത വികസന പ്രവർത്തനങ്ങൾ. ഇനി രാജ്യം മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്, ഇനി എന്താണ് ഞങ്ങൾ മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതിൽ ഒരു അജണ്ട മാത്രമാണ് രാമക്ഷേത്രം എന്നത്. അത് ഞങ്ങൾ എത്രയോ കാലമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയമാണ്. ഞങ്ങൾക്ക് ഭരണം ലഭിച്ച സമയത്ത് ഞങ്ങൾ അത് പൂർത്തീകരിക്കുന്നു. അത് ഒരു ചോരപ്പുഴ പോലും ഒഴുക്കാതെ വളരെ ഭംഗിയായിട്ട് ചർച്ചകളിലൂടെ ആ വിഷയം സുപ്രീം കോടതിയിൽ പോലും മുന്നിൽ പോലും ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്ത് ഞങ്ങൾ അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ എല്ലാ തരത്തിലും അനുമതി മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ പ്രതീക്ഷകൾ വെച്ച് പുറത്തു നിന്നത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ പൂർണ്ണമായ വിജയം ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ ദക്ഷിണേന്ത്യയിലും, അത് കർണാടകയും തമിഴ്നാടും കേരളവും അടക്കം യാതൊരുവിധ സംശയവുമില്ല, വലിയ മാറ്റങ്ങൾക്ക് ദക്ഷിണേന്ത്യ പോലും തയ്യാറായി നിൽക്കുകയാണ്. അതാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. അതിന്റെ ചലനങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസം ചാണകവെള്ളത്തിന്റെ രൂപത്തിലും മറ്റു രൂപത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി മുതൽ ഇവിടുത്തെ TN പ്രതാപൻ വരെയുള്ള ആളുകൾക്ക് ഒരേ മനസ്ഥിതിയാണ് ഈ ആ മനസ്ഥിതി. തിരുച്ചുവരാം ഗണേഷ്, തിരുച്ചുവരാം ശ്രീ സേനാപതി വേണു. ഇവിടെ നമുക്കറിയാം ഇന്ത്യ മുന്നണി രൂപീകരിച്ചു, വലിയ പ്രതീക്ഷയില്ല മുന്നണി. അതിൽ കുറെ ഘടകകക്ഷികൾ ചേരുന്നു, സഖ്യകക്ഷികളുണ്ട്. 3-4 തവണ യോഗം ചേരുന്നു. അതിനുശേഷം ഒരു 2-3 മാസം ഫ്രീസറിലായിരുന്നു മുന്നണി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട്. അതുകൂടി മനസ്സിലാക്കണം. അത് കോൺഗ്രസിന്റെ പലതരത്തിലുള്ള വലിയേട്ടൻ മനോഭാവമാണെന്നുള്ള കുറ്റപ്പെടുത്തൽ പിന്നീട് സഖ്യകക്ഷിയുടെ ഭാഗത്തുനിന്നുണ്ടായി. വീണ്ടും ഒരു മുന്നണി അത്തരത്തിൽ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായും അതേ കക്ഷികൾ അതേ മനോഭാവം കോൺഗ്രസിനോട് സ്വീകരിക്കും.
ഈ പ്രധാനപ്പെട്ട കോൺഗ്രസിന് ശക്തിയുള്ള മധ്യപ്രദേശിലോ അടക്കം രാജസ്ഥാനിലോ ഒന്നും സഖ്യകക്ഷികളെ, ഇന്ത്യ മുന്നിലുള്ള കക്ഷികളെ വിശ്വാസത്തിലെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം തൊട്ട് നടന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വർക്കൗട്ട് ചെയ്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ നമ്മൾ ജനാധിപത്യത്തിൽ മനസ്സിലാക്കേണ്ട, ഇവിടെ മാത്രമല്ല ലോകത്തെല്ലാം, പ്രീ പോൾ അലയൻസ് ദെൻ പോസ്റ്റ് പോൾ അലയൻസ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യവുമുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷവുമുള്ള സഖ്യമുണ്ട്. ഇപ്പോൾ 89-ല് VP സിംഗിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അത് പോസ്റ്റ് പോൾ അലയൻസ് ആണ്, പ്രീ പോൾ അലയൻസ് അല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സഖ്യവുമില്ലായിരുന്നു. അപ്പോൾ ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ എന്താ പറയുക, പ്രീ പോൾ അലയൻസിലേക്ക് എല്ലാ ഭാഗത്തും പോകാൻ കഴിയും എന്ന് വരുന്നില്ല. അപ്പോൾ അതിനർത്ഥം ഇത് സമ്പൂർണ്ണമായിട്ട് തകർന്നു അല്ലെങ്കിൽ തരിപ്പണമായി എന്നുള്ളതല്ല. ഇപ്പം ഞാനിപ്പം ശ്രീ ഗണേശ് ഇവിടെ സൂചിപ്പിച്ച BJPയുടെ അവകാശവാദങ്ങളൊക്കെ, ഇപ്പം ഞങ്ങൾ കോൺഗ്രസിലെ വരേണ്യവർഗം എന്നൊക്കെ പറയുന്നത്, കോൺഗ്രസിന് അങ്ങനെ വരേണ്യവർഗമൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണയായി. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ താങ്കൾക്കറിയാമല്ലോ, അത് ഏത് വരേണ്യവർഗത്തിൽപ്പെട്ട. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞങ്ങളല്ലല്ലോ മോദിയെ ചായവാല എന്ന് വിളിച്ച്, മോദിയല്ലേ സ്വയം പറഞ്ഞത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെച്ച് നടന്ന ആളാണെന്ന് അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞത്. പിന്നെ അതിനെ ചിലർ പോസിറ്റീവായി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, അത് നെഗറ്റീവായി. ഇപ്പൊ ചാണകവെള്ളത്തിന്റെ വിഷയം ഞാൻ പേഴ്സണലി പറയുന്നു, ഒരു നേതാവ് പ്രസംഗിച്ചിടത്തും ചാണകവെള്ളം ഒരു രാഷ്ട്രീയ പാർട്ടിയും തളിക്കരുത്. അതൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയോ പ്രവർത്തകരോ അതൊന്നും ഒരു ആധുനിക സമൂഹത്തിന് ചേർന്നല്ല. പക്ഷെ നിങ്ങൾ കൊടിക്കുന്നൻ സുരേഷ് പ്രസംഗിച്ചിട്ട് പോയ വേദിയിൽ ഇതേ കുറ്റകൃത്യം നിങ്ങൾ ചെയ്തവരാണ്. അപ്പോൾ നിങ്ങൾ വിശുദ്ധ പശുക്കളല്ല, നിങ്ങൾ ഹോളി കൗസ് അല്ല. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഇവിടെ മുമ്പ് ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ബർമുഡ, ഞങ്ങളായി കഴിയുമ്പോഴത്തേക്കും അത് മോശം. അപ്പോൾ അത് രണ്ടു കൂട്ടരും ചെയ്യാൻ പാടില്ല, അതൊന്നുമല്ല. പിന്നെ തൃശ്ശൂരിൽ ചേർന്ന വനിതകളുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ നിങ്ങളിപ്പം 1 ലക്ഷമോ 2 ലക്ഷമോ, നിങ്ങളുടെ കണക്കിൽ 2 ലക്ഷമാണ്. ആ 2 ലക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ 14 ജില്ലകളെന്ന് ഞാൻ പറയില്ല. ഇടുക്കി ജില്ലയിൽ ഞങ്ങൾ തൊടുപുഴ മുതലുള്ള ലോ റേഞ്ച് പ്രദേശങ്ങളിൽ നിന്ന് വാഹനത്തിൽ എന്താ പറയുക, വാഹനത്തിന് പണം BJP നേതൃത്വം കൊടുത്ത് ആളുകൾ പോകും. ആരും സ്വന്തം പോക്കറ്റിൽ നിന്ന് കൈയെടുത്തൊന്നുമല്ല പോയിട്ടുള്ളത്. അപ്പോ ഈ 10-12 ജില്ലകളിൽ നിങ്ങളുടെ കണക്ക് പ്രകാരം 8-10 ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന വനിതകൾ അതൊന്നും തൃശ്ശൂരിലെ വോട്ടർമാരല്ല. അതിപ്പം പ്രധാനമന്ത്രി ഇപ്പം തൃശ്ശൂർ വേണ്ട, പ്രധാനമന്ത്രി അത് തിരുവനന്തപുരത്താണെങ്കിലും വേണ്ട, ഇനി ഇടുക്കിയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും പ്രധാനമന്ത്രി വരുന്നത് BJP ഒരു തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞാൽ ഇത്രയും വനിതകളെ കേരളത്തിലെ ഏത് പാർലമെന്റ് മണ്ഡലത്തിലും അവർക്ക് സംഘടിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതൊന്നും ഒരു വോട്ടായി മാറും എന്നൊന്നും താങ്കൾ ധരിക്കരുത്. അതോടൊപ്പം തന്നെ ഞാൻ വിനീതമായി അങ്ങയോട് പറയുന്നു, കേരളത്തിൽ നിന്ന് ഒരു സീറ്റൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമാണ്. സ്വപ്നം കാണുന്നതിന് പ്രത്യേകിച്ച് മുതൽ മുടക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പറയുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ ചർച്ചയിൽ ഞാൻ അങ്ങോട്ട് പറയാം, കേരളത്തിൽ നിന്ന് BJPക്ക് സമാഹരിക്കാൻ കഴിയുന്ന പരമാവധി വോട്ട് നിങ്ങൾ സമാഹരിച്ചു കഴിഞ്ഞു. അത് സമാഹരിച്ചത് ഏറ്റവും കൂടുതൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. അന്ന് വെള്ളാപ്പള്ളി നടേശന്റെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ആളുകൾ BDJS-ഉമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങളും കൂടെ ചേർന്നാണ് പരമാവധി. ഒന്ന് ദയവായി ക്ഷമിക്കണം, 8:30 വരെ താങ്കൾ ഇരിക്കും, താങ്കൾ ഗണേശ് 8:30 വരെ ഇരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം 8:30 വരെ ഉണ്ട് ഇന്ന് പ്രൈം ഡിബേറ്റ്. നമ്മുടെ ഫക്രുദ്ദീൻ അലിക്ക് ഒന്ന് മറ്റൊരു ചാനലിലേക്ക് പോകേണ്ടതുണ്ട്. അദ്ദേഹത്തോട് ഒരു ചോദ്യം കൂടി ചോദിച്ചു അദ്ദേഹത്തെ ഫ്രീ ആക്കാമെന്ന് കരുതുന്നു. ഇപ്പോൾ ഈ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മോദി വന്നപ്പോഴുള്ള ആൾക്കൂട്ടം, ഇപ്പോൾ പിണറായി വിജയൻ്റെ നവകേരള യാത്രയിൽ നമ്മൾ വലിയ ആൾക്കൂട്ടം കണ്ടു. ഈ ആൾക്കൂട്ടമൊക്കെ വോട്ടാകുമോ? BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം മോദി ഒരു പുതു തരംഗമുണ്ടാക്കി കേരളത്തിൽ, BJP പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകി തൃശ്ശൂരിലെ വരവ് എന്നൊക്കെ പറയുന്നു. താങ്കൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ആൾക്കൂട്ടം വോട്ടായാൽ നമ്മുടെ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത്ഭുതങ്ങൾ സംഭവിച്ചേനെയും ഇതിന് മുൻപുള്ളതിലും. അല്ല, ആൾക്കൂട്ടം കേരളത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വലിയ ആൾക്കൂട്ടം വരുന്നത് അവർ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുവരുന്നതാണ്. നമ്മൾ അങ്ങ് പോയിട്ട് നമുക്ക് അങ്ങ് കാണണം എന്ന് തോന്നുന്ന ആ രീതി, ഇപ്പോൾ മോഹൻലാലൊക്കെ വന്ന ആൾ കൂടുന്ന പോലെ, അല്ലെങ്കിൽ മമ്മൂക്ക വന്ന ആൾ കൂടുന്ന പോലെ, അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ നേതാവ് ഇതുവരെ, ഒരുപക്ഷെ മഹാത്മാഗാന്ധി ഉണ്ടാവും, ജവഹർലാൽ നെഹ്റു ഉണ്ടാവാം, ഒരു പക്ഷേ വലിയൊരു ഇന്ദിരാഗാന്ധി പോലും ആ രീതിയിൽ എല്ലാവരെയും ആകർഷിച്ച നേതാവൊന്നുമല്ല. അത് സ്വാഭാവികം BJPക്ക് അതിശക്തമായിട്ടുള്ള കേഡർ സംവിധാനം അങ്ങനെ തന്നെ കൊണ്ടുവന്നായിരിക്കും. അല്ലാതെ മോഡി വന്നുകൊണ്ട് കാണാൻ അങ്ങനെ തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് പേരുണ്ടാവും. പക്ഷേ ഇത്രയും വലിയൊരു ആൾക്കൂട്ടം അങ്ങനെ അത് കൃത്യമായി ഓർഗനൈസ് ചെയ്തിട്ട് തന്നെ വന്നതാണ്. അത് തെറ്റുമല്ല. പക്ഷേ അതിന് ഗുണമെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ഈ ചർച്ച കാണുന്നത് എത്ര ആളുണ്ട്? ടോട്ടൽ ടെലിവിഷൻ വ്യൂസിൻ്റെ 10% നമ്മുടെ ന്യൂസ് ചാനൽ കാണുന്നത്. അതിൽ തന്നെ നമ്മുടെ ചർച്ചകൾ കാണുന്നത് എത്ര ആളുണ്ട്? അതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈവൻ ഈ വാട്സപ്പ് വഴിയൊക്കെ തന്നെ ഈ പറയുന്ന ഗ്രൂപ്പുകൾ വഴി ഇത് എത്തിക്കുമ്പോൾ അത്രയും ആളുകൾ വന്നു എന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും ആ ഇമ്പാക്റ്റ് ഗുണം ചെയ്യാനും സാധ്യതയുണ്ട്. ഇവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ നാഷണൽ ഹൈവേയിൽ. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അത്യാവശ്യം ബോധമുള്ളവർക്ക് അറിയാം. BJPയുടെ സെൻട്രൽ ഗവൺമെൻറ്, BJP എന്ന് പറയുന്ന കാര്യമില്ലല്ലോ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ അവർക്ക് ഗുണകരമായിട്ട് പോകും. അതായത് വിദ്യാഭ്യാസമുള്ള ആളുകൾ. ഇനി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ
ഇപ്പം നടക്കുന്ന ഈ പറയുന്ന അവരുടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ ആ കൺഫ്യൂഷൻ ഇവർക്ക് അനുകൂലമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ. കാരണം കോൺഗ്രസിൻ്റെ വോട്ടും പിന്നെ അടുത്ത CPM-ന് കിട്ടി തുടങ്ങിയിട്ടുള്ള വോട്ടും ഇവർക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത് സുരേഷ് ഗോപിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം സുരേഷ് ഗോപി മോഡിനെ കൊണ്ടുപോയി. സുരേഷ് ഗോപിനെ പൊതുവെ മോഡിനെ പോലെയല്ല, മലയാളികൾ പൊതുവെ ഇഷ്ടമാണ്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും വരച്ചത്ത് എന്ന് പറഞ്ഞാൽ നമ്മളായിരുന്നു, മനസ്സിലായില്ല, അങ്ങനെ ആളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. ആ അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഒരു കേസ്. ആ കേസ് എങ്ങനെ വന്നതെന്നൊക്കെ ഏതാണ്ട് കോമൺ സെൻസ് ഉള്ള നമുക്കൊക്കെ മനസ്സിലാകാൻ പറ്റും. സത്യത്തിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇദ്ദേഹം ഞാനും എടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ബോഡി ലാംഗ്വേജ് കളിയാക്കുക, ഇതൊക്കെ കൊടുത്തില്ല. ഇതിന് പ്രശ്നം എന്താ അറിയോ? അല്ല, മൂപ്പര് പറയുന്നത് വെച്ചാൽ മൂപ്പര് എടുക്കുന്ന വെച്ചാൽ മൂപ്പര് രീതി നിങ്ങൾക്ക് അറിയാലോ. ഒരു ദിവസം കൊണ്ട് മൂപ്പര് സൂപ്പർ സ്റ്റാർ ആയത്തിലാരും കഴിഞ്ഞിട്ട് അറിയാലോ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ വെച്ചാൽ ഇതിപ്പോൾ സുരേഷ് ഗോപി എന്നുള്ളതാണ് പ്രശ്നം. കാരണം സുരേഷ് ഗോപിക്ക് ഒരു നല്ല മനുഷ്യൻ, അയാൾ സ്വന്തം പോക്കറ്റ് കാശ് ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ എത്ര ആളങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സുരേഷ് ഗോപിക്കെതിരെ ആകുമ്പോൾ അത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ചിന്താഗതി ഉണ്ട്. അത് ശരിയല്ല, മനുഷ്യനെ പറ്റി പറയാൻ പാടില്ലായിരുന്നു. ഇത് നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ എങ്ങനെ, ഇത് സ്ത്രീകളുടെ ഇടയിലാണ് കൂടുതലും വർക്കൗട്ട് ചെയ്യുക. സ്ത്രീകളുടെ പയ്യന്മാരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുക. ഇതേ രീതിയിലല്ല. ഇതിൻ്റെ ഒരു ഫസ്റ്റ് റിഫ്ലക്ഷൻ നമ്മൾ കേരളത്തിൽ കണ്ടത് കുഞ്ഞാപ്പ തോറ്റ ഇലക്ഷനിൽ 2006 നിയമസഭാ ഇലക്ഷൻ 2001 സംഭവം എന്താണ്? സംഭവം മുനീറിൻ്റെ ചാനലിലാണ് ഈ പറഞ്ഞ കുഞ്ഞാപ്പനെ പറ്റിയുള്ള വെളിപ്പെടുത്തൽ വന്ന്. ഞമ്മൻ്റെ ആളുകളുടെ ചാനലിലാണ്. അപ്പോൾ സ്ത്രീകൾ ഇത് കണ്ടു. ആണുങ്ങളൊക്കെ പോയിട്ട് കൃത്യമായി കുഞ്ഞാപ്പക്ക് വോട്ട് ചെയ്തു. ജലീലിൻ്റെ സ്ത്രീകൾക്ക് അറിയണമെന്ന് പോലില്ല, താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ആ ഇലക്ഷനിൽ കുഞ്ഞാപ്പ തോൽക്കണം എന്നുള്ള അവിടുത്തെ ആ മണ്ഡലത്തിലെ മുസ്ലിം സ്ത്രീകളുടെ നിലപാടായിരുന്നു. പിന്നെ മൂപ്പർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അതുപോലെ ഒരു വോട്ട്, സ്ത്രീകളെ വോട്ട് നമുക്ക് പറയാൻ പറ്റും. ഇന്ന് വളരെ എംപവേർഡായ സ്ത്രീകളാണ്, നമ്മളെക്കാട്ടും ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും, നിങ്ങൾ ഈ സുരേഷ് ഗോപിന് ഇവിടെ ചവിട്ടിയിടാൻ നോക്കുന്നതാണ് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് ഇവിടെ ഏറ്റവും വലിയ ഗുണമാകാൻ പോകുന്നത്. ശരി, നന്ദി ശ്രീ ഫക്രുദ്ദീൻ. താങ്കൾക്ക് മറ്റൊരു ചാനലിലേക്ക് പോകണം എന്നറിയാം. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകണം. ദയവായി ഗണേഷും ശ്രീ സേനാപതി വേണുവും ഈ ചർച്ചയിൽ തുടരണം എന്നും അഭ്യർത്ഥിക്കുകയാണ്. ഇടവേളയിലേക്ക്. ഈ പരിപാടി പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ശ്രീ സേനാപതി വേണുവും ശ്രീ ഗണേഷും ഈ ചർച്ചയുടെ ഭാഗമായി തുടരുന്നുണ്ട്. ശ്രീ സേനാപതി വേണു, താങ്കൾ പറഞ്ഞു വന്നത് മോദി വന്നിറങ്ങിയത് തൃശ്ശൂരിൽ കാണിച്ച പ്രകടനമുണ്ടായിരുന്നു. നിരവധി വനിതകൾ പങ്കെടുത്തു. അതിൽ 2 ലക്ഷമെന്ന് BJP അവകാശപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അത് വോട്ടാകില്ല, അത് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. തൃശ്ശൂരിൽ അടക്കം കേരളത്തിലടക്കം വലിയ തോതിൽ അവർ ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. മോദി ഇനിയും തെരഞ്ഞെടുപ്പിന് മുൻപ് 3 തവണയെങ്കിലും കേരളത്തിൽ വന്നു പോകും എന്നുള്ള പുതിയ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഈ ഫെബ്രുവരിയിലെ വരവിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തയ്യാറെടുപ്പുകൾ കേരളത്തിൽ അവർക്കുണ്ട്. അല്ല, അതിനകത്ത് നമ്മൾ കേരളത്തിന്റെ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് വളരെ ഗഹനമായിട്ട് നമ്മൾ പഠനം നടത്തേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും പരമാവധി അവർക്ക് വോട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമ്പർ ഓഫ് വോട്ട്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അതിൽ നിന്ന് താഴേക്കേ പോകുള്ളൂ. കാരണം 2016 ശേഷം നടന്ന 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആ ചിത്രം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവർക്ക് 2016 സാഹചര്യം എന്തെന്ന് ചോദിച്ചാൽ BDJSന്റെ രൂപീകരണം. ഞാൻ ആദ്യം പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശൻ നമ്പൂതിരി മുതൽ നായാടി വരെ, അല്ലെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ CPMന്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ കഴിയുമോ എന്നൊരു വിശ്വാസവും ഈ പിന്നോക്ക ജനവിഭാഗങ്ങളെയും ഒരു എന്താ പറയുക ഹിന്ദു ഏകീകരണത്തിനൊക്കെ കാരണമാക്കിക്കൊണ്ട് നടത്തിയ ഒരു മൂവ്മെന്റ്. ആ മൂവ്മെന്റ് എല്ലാം തകർന്നു പോയി. ഇപ്പൊ BDJS എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഇല്ല. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് പോരാടേണ്ടത് CPMന് മാത്രം, BJP ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സ്ഥിതിവിശേഷം, പ്രധാനപ്പെട്ട ഘടകകക്ഷികളൊന്നുമില്ല. ഇനിയിപ്പോ ഇവരിപ്പോ എന്താ ഈ മതന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ള ഒരു സ്ട്രാറ്റജി. ഞാൻ ചോദിക്കുന്നത്, എന്തിനാ ഇവർ ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നത്? ഇവർ കേരളത്തിലെ ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ ഇവർക്ക് കടന്നു ചെല്ലാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും അവസാനം നടന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, അതൊക്കെ ഒരു സ്പെസിഫിക് തെരഞ്ഞെടുപ്പ് പോട്ടെ, അതിനൊന്നും നമ്മൾ ചെല്ലുന്നില്ല. BJPയുടെ വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് കേരളത്തിൽ അതൊരു 12 to 13% നിൽക്കുകയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ മൈനോറിറ്റി ഒന്നും നോക്കണ്ട, മജോറിറ്റിയുള്ള പാർലമെന്റ് മണ്ഡലമാണ് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര,
അവിടെയൊക്കെ നിങ്ങൾക്ക് എന്താ പറഞ്ഞ നിങ്ങളുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് വളരെ പിന്നോക്കം നിൽക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ഭൂരിപക്ഷ സമുദായത്തിനിടയിലേക്ക് പോലും നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ അപ്പുറത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. പിന്നെ എങ്ങനെ നിങ്ങൾ ന്യൂനപക്ഷത്തിന്റെ ഇടയിലേക്ക് ഇപ്പോ എന്താ പറഞ്ഞ ഇവിടെ നിലവേൽ പള്ളിയിലോ അല്ലെ അപ്പുറത്തെ പരിമലപ്പള്ളിയിലെ ഒരു അച്ഛൻ BJP-യിൽ ചേർന്നു, ഇല്ലെങ്കിൽ 50 കുടുംബക്കാർ ക്രൈസ്തവർ BJP-യിൽ ചേർന്നു, ഒരു ജോർജ് കുര്യൻ നിങ്ങളുടെ ന്യൂനപക്ഷ മോർച്ചയിലുണ്ട്, അല്ലെങ്കിൽ ഒരു നോബിൾ മാത്യു അഡ്വക്കേറ്റ് കോട്ടയത്തുണ്ട് എന്നുള്ളത് കൊണ്ടൊന്നും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനിടയിലേക്ക് നിങ്ങൾക്ക് കടന്നു കയറാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇനിയൊട്ട് കഴിയുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നിങ്ങൾ എന്തൊക്കെ പറയുന്നുവെങ്കിലും മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ അത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുന്നു. അപ്പൊ ഇനി കേരളത്തിന്റെ ഒരു 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 എന്താ പറഞ്ഞ ഒരു ജാതി സമവാക്യം, ഒരു 25 to 27% പോപ്പുലേഷൻ മുസ്ലിം പോപ്പുലേഷൻ, ഒരു 22-23% പോപ്പുലേഷൻ ക്രിസ്ത്യൻ പോപ്പുലേഷൻ. അപ്പൊ അത് ടോട്ടൽ അറൌണ്ട് 47%. അപ്പൊ അപ്പുറത്ത് പിന്നെ നിൽക്കുന്നത് 53%. അപ്പൊ ഈ 47% അല്ലെങ്കിൽ 46% നിങ്ങൾക്ക് കാര്യമായ ഒരു കടന്നുകയറ്റവും നടത്താനായിട്ട് കഴിയുന്നില്ല. പിന്നെ കേരളത്തിലെ കാര്യമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ പോപ്പുലേഷൻ, നമുക്ക് ഗോവ അടക്കം ഉദാഹരണം എടുക്കാം, ഉള്ള നിരവധി സംസ്ഥാനങ്ങളിൽ BJP വെന്നിക്കുടി പാറിച്ചിട്ടുണ്ട്. രഞ്ജിത്തെ ഞാൻ ഈ ഗോവയിലെല്ലാം പോയിട്ടില്ല. ഗോവയൊക്കെ ഇപ്പോഴും ഈ ആയാറാം ഗയാറാം എന്ന് പറയുന്ന പൊളിറ്റിക്സ് ആണ്. അവിടെ ഇന്ന് കോൺഗ്രസിൽ കാണുന്ന ആളെ നാളെ BJP-യിൽ കാണാം, അതല്ല എങ്കിൽ നാളെ വേറൊരു പാർട്ടിയിൽ കാണാം. അവര് മഹാരാഷ്ട്ര ഗോമന്തക് പാർട്ടി, ഗോവ വിമോചൻ പാർട്ടി എന്നൊക്കെ പറയുന്ന അവർക്ക് അങ്ങനെ വലിയ ഒരു തീവ്രമായ പൊളിറ്റിക്സോ ഇതൊന്നുമില്ല. അവര് ആ ഒരു സ്ഥിതിവിശേഷമല്ല കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ മിസോറാം, മേഘാലയ, ഇല്ലെങ്കിൽ ക്രൈസ്തവ ഭൂരിപക്ഷം പറയുന്ന ഈ സംസ്ഥാനങ്ങളൊക്കെ, മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളൊക്കെ, അവിടെ അങ്ങനെ തീവ്രമായ ഒരു പൊളിറ്റിക്സോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റുമായി ചേർന്ന് നിന്നുകൊണ്ട് ആനുകൂല്യങ്ങൾ നേടുക എന്നുള്ളതല്ലാതെ അവിടെ അങ്ങനെ പ്രബലമായ ഒരു രാഷ്ട്രീയ വിശ്വാസമോ രാഷ്ട്രീയ തത്വചിന്തകളോ ഒന്നും ഉള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഗോവയിലെ ഒരു അന്തരീക്ഷമോ അതല്ല എങ്കിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ളിടത്ത് ഞങ്ങൾ ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടൊന്നും കേരളത്തിൽ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് കടന്നു കയറാൻ കേരളത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിൽ BJP-ക്ക് കടന്നു കയറണമെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ ഉൾക്കൊള്ളുന്ന, ഇപ്പൊ ഞാൻ ജാതി പറയല്ല, ഞാനൊരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് പറയാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവർ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. ആ CPM-ൽ നിന്ന് വോട്ട് ചോർച്ച എപ്പോൾ വരെ ഉണ്ടാകുന്നില്ലോ, അവിടെ പൊളിറ്റിക്കൽ തകർച്ച ഉണ്ടാകുന്നില്ലോ, അതുവരെ BJP-ക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ രണ്ടു കൂട്ടരുടെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിന്ദു കമ്മ്യൂണിറ്റി. ആ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി മതേതരത്വം ഇതൊക്കെ പറയുന്നെങ്കിലും അവരുടെ പൊളിറ്റിക്സിൽ 90% എന്ന് പറയുന്നത്, ജയശങ്കർ അഡ്വക്കേറ്റ് ഒരിക്കൽ വളരെ സ്പഷ്ടമായിട്ട് ചർച്ചയിൽ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, 90% എന്ന് പറയുന്നത് അത് ഹിന്ദു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്താണ്. അവിടെ ചോർച്ചയുണ്ടാകാതെയോ അവിടെ കയറാതെയോ ഒരു കാരണവശാലും BJP-ക്ക്, അത് ഗണേശനെ പോലുള്ള ആളുകൾ അത് നിങ്ങളുടെ പൊളിറ്റിക്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റഡി നടത്തി. അതാണ് ശ്രീ സേനാപതി വേണ്ട നിരീക്ഷണം. ഗണേഷ്, ഇവിടെ കേരളത്തിലെ BJP-യുടെ മുന്നണി പരീക്ഷണങ്ങൾ, ഇപ്പോൾ BDJS മുതൽ ഏറ്റവും ഒടുവിൽ ജോണി നെല്ലൂരിനെ കൂട്ടുപിടിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി, അതും ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. കുറച്ച് നാളായിട്ട് വാർത്തകളൊന്നുമില്ല, പ്രവർത്തനമൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി നോക്കി. ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പ്രതീക്ഷിക്കുന്നു. നരേന്ദ്രമോദി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 തവണ ഇനിയും കേരളത്തിൽ വരുമെന്ന് കരുതുന്നു. പക്ഷേ ഈ പറഞ്ഞതൊക്കെ ഓട്ടാകണം, അതിനൊരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഈ പറഞ്ഞ വിഭാഗങ്ങളെയൊക്കെ ഒപ്പം കൂട്ടണം, ഒപ്പം സേനാപതി വേണു പറഞ്ഞ ഭൂരിപക്ഷ സമുദായത്തെയും കൂടുതലായി അടുപ്പിക്കണം. എന്ത് ശ്രമം നടത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളായി സംസ്ഥാന നേതൃത്വം ഇതിനൊക്കെ? ഞങ്ങള് നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ വികസനം, അത് നരേന്ദ്രമോദി എന്ന ബ്രാൻഡിനെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. കേരളത്തിലെ ജനത ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഇതിനെ പിന്തുണയ്ക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും കാരണം അതുപോലെ തന്നെയാണ്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് കൊടുത്ത, രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിന് വലിയ വെല്ലുവിളിയായിട്ട് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലയായിരുന്നു ന്യൂനപക്ഷ മേഖല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കൊക്കെ ഞങ്ങളെ എന്താ പറയാ ഒരു അതിർവരമ്പുകൾ തിരിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ, പ്രത്യേകിച്ച് CPM പോലെയുള്ള, കോൺഗ്രസ് പോലെയുള്ള, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അടക്കമുള്ള പ്രചരണങ്ങളിൽ വലിയ തോതിൽ ഞങ്ങൾക്കൊരു അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ മാറ്റിയെടുക്കുക എന്നത് തന്നെയാണ് ഞങ്ങൾ ആദ്യം ഘട്ടം എന്ന നിലയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു സ്നേഹയാത്രയുമായിട്ട് കഴിഞ്ഞ ഈസ്റ്റർ മുതൽ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനൊക്കെ ഞങ്ങൾ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് മുന്നോട്ട് വന്നത്. അത് വലിയ മാറ്റം ആ സമൂഹത്തിനിടയിൽ, ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ വലിയ മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. മറ്റൊരു കാര്യം, ഇവിടുത്തെ മുസ്ലിം
സമൂഹം, ഈ മുസ്ലിം സമൂഹത്തിലെയും ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ചില രാഷ്ട്രീയ നേതാക്കന്മാർ, മുസ്ലിം സമൂഹത്തിൽപ്പെട്ട നേതാക്കന്മാർ, വിശ്വാസികളായിട്ടുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. വലിയ പ്രതീക്ഷകൾ ഉണ്ട്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാനും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ തന്നെ ചെറിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മുജാഹിദ് സമ്മേളനം, കോഴിക്കോട് വെച്ച് നടന്ന മുജാഹിദ് സമ്മേളനത്തിന്റെ ചില ക്ലിപ്പിങ്ങുകൾ, അവിടെ പ്രസംഗിച്ച മുജാഹിദ് നേതാക്കന്മാരുടെയും ആ സമ്മേളനത്തിൽ പങ്കെടുത്ത മുസ്ലിമുകളായിട്ടുള്ള ആളുകളുടെയും ഒക്കെ ആ സമ്മേളനത്തിൽ പ്രസംഗിച്ച ക്ലിപ്പുകൾ യൂട്യൂബുകളിലും അതേപോലെ തന്നെയൊക്കെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എതിർക്കുന്നത്? നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് വന്നതുകൊണ്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും അവിടുത്തെ മുസ്ലിമുകളായിട്ടുള്ള ബിസിനസ്സുകാരുടെ സമ്മേളനത്തിലൊക്കെ മുസ്ലിമുകളായിട്ടുള്ള ബിസിനസ്സുകാർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷകൾ. ഒറ്റയടിക്കൊന്നും വലിയ മാറ്റം ഉണ്ടാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് വലിയ ഒരു പ്രചരണം ഞങ്ങൾക്കെതിരെ ഇത്തരം ന്യൂനപക്ഷ സമൂഹത്തിനിടയിൽ വലിയ പ്രചരണം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉള്ള സ്ഥലത്ത് ഒറ്റയടിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിന്റെ ആദ്യഘട്ടം ഒരു മാറ്റം എന്ന നിലയിൽ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ അതിന്റെ ചലനങ്ങൾ ഉണ്ടാകുന്നു. ആ ചലനങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ അടുത്തേക്ക് കൂടുതലുള്ള ഇത്തരം പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. മണിപ്പൂർ വിഷയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മണിപ്പൂർ വിഷയത്തിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാം. ഇവിടുത്തെ ക്രിസ്ത്യൻ മതപുരോഹിതന്മാർ തന്നെ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ എന്താണ് ഉണ്ടായത്. പക്ഷേ ഇന്നും ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ, ഗണേശ്, BJP-യിൽ ചേർന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനെതിരെ ആ സഭയിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസികളടക്കം വലിയ പ്രതിഷേധത്തിലാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരു വിശ്വാസ്യത നിങ്ങൾക്ക് അവരിൽ ഇപ്പോഴും പുലർത്താൻ പറ്റുന്നുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട്. അതൊക്കെ ഒരു സംഘടിതമായിട്ടുള്ള ചില, പ്രത്യേകിച്ച് CPM പോലെയുള്ള സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ചില ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിലൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയും അങ്ങനെ കരുതുന്നില്ല. കാരണം അതൊരു, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ചില BJP-യിൽ, കാരണം ഇതൊരു ചെറിയ ഉദാഹരണമാണ്. കാരണം ഇങ്ങനെയുള്ള ആളുകൾ BJP-യിലേക്ക് കടന്നു വന്നാൽ കൂട്ടത്തോടെ ഈ സമൂഹം, ഞങ്ങളുടെ ഈ ന്യൂനപക്ഷ സമൂഹം, കാരണം ഈ ന്യൂനപക്ഷ സമൂഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ അവരെ പരിഭ്രാന്തി പരത്തിയിട്ടുമാണ് എല്ലാ കാലഘട്ടത്തിലും ഇവിടുത്തെ മുന്നണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJP വരും, BJP വന്നാൽ പള്ളി പൊളിക്കും, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ഈ സമൂഹത്തിന് മാറ്റങ്ങൾ, സൂചനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നു. കാരണം ഈ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനൊക്കെ ഉള്ള പ്രത്യേകത, ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ അറിയാൻ സാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നുണ്ട്. അത് BJP-യിലൂടെ കൂടുതൽ സാധിക്കും എന്ന് അവരുടെ തിരിച്ചറിവ്, പ്രത്യേകിച്ച് അവരുടെ ഇടയിലുള്ള യുവാക്കൾക്കിടയിലും സ്ത്രീകൾക്കിടയിലും ഉണ്ടായ മാറ്റങ്ങൾ, പുരോഹിത വിഭാഗത്തിനിടയിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്തരം അനുകൂലമായ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇവിടുത്തെ ഇത്തരത്തിലുള്ള സ്നേഹയാത്രകൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിനെ വിവാദമാക്കുവാന്നതിന് വേണ്ടിയിട്ടും അതിനെ എന്താ പറയുക, ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇത്തരം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, അതേപോലെ CPM ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. BJP-യുടെ ഒരു വേദിയിൽ പോകുന്ന സമയത്ത് അവരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന രീതി, അത് എല്ലാ കാലഘട്ടത്തിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നരേന്ദ്രമോദി സർക്കാർ 10 വർഷം രാജ്യത്ത് നടപ്പിലാക്കിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയ ശേഷം ഉണ്ടായ മാറ്റം എന്താണെങ്കിൽ അതിനെ നേരിടാൻ ആ സമൂഹവും ആ വ്യക്തികളും ഒക്കെ തയ്യാറാവുന്നുണ്ട്. അത് വലിയ മാറ്റങ്ങൾ ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു. ആ വലിയ മാറ്റങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. നേരത്തെ സേനാപതിയെ പോലെയുള്ള ആളുകൾ പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന്റെ വീക്ഷണങ്ങൾ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുകയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഞങ്ങൾക്ക് കിട്ടുന്ന താഴേക്കടയിൽ നിന്ന് കിട്ടുന്ന ജനങ്ങളുടെ അടുത്തുന്ന പൾസ്, അത് വലിയ പ്രതീക്ഷകൾ നൽകുന്നു. നരേന്ദ്രമോദിയെ കാണുവാനും നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ ഭാഗമാകുവാനും ഞങ്ങളും തയ്യാറാണ് എന്ന് ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. ഈ കേരളത്തിന്റെ പുറത്തു നിന്നും അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് 50% വോട്ടുകൾ പല മണ്ഡലങ്ങളിലും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള UP-യിലെയും ബീഹാറിലെയും മണ്ഡലങ്ങളിൽ BJP 50% വോട്ടുകൾ നേടി മുന്നോട്ട് വരാൻ സാധിച്ചതും വിജയിക്കാൻ സാധിച്ചതും ഒക്കെ അതുകൊണ്ടാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കേരളത്തിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയുടെ ഒരു തുടക്കം അത് തന്നെയായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു? രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ കേരളം
ഒരു പ്രധാനമന്ത്രിയെ സംഭാവന ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണം കേരളത്തിലെ മാധ്യമങ്ങൾ അതിന് ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ ആ മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിട്ട് വലിയ പ്രാധാന്യം രാഹുൽ ഗാന്ധിക്ക് കൊടുക്കുകയും അതായത് ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുകയാണെങ്കിൽ കേരളത്തിന് എന്തിനാണ് ഞങ്ങൾ തടസ്സം നിൽക്കുന്നത് എന്ന കേരളത്തിന്റെ ചിന്തയായിരുന്നു കഴിഞ്ഞ വർഷം തടസ്സമായി നിന്നതെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഇപ്രാവശ്യം ജനങ്ങൾക്ക് തന്നെ തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അതാണ് ബിജെപിയുടെ ആത്മവിശ്വാസം. തിരിച്ചു വരാം. സേനാപതി വേണു അതിന് കൃത്യമായ മറുപടി നൽകുമെന്നും അറിയാം. അദ്ദേഹത്തിലേക്കും ഗണേശിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. ഈ പരിപാടി ശ്രീ സേനാപതി വേണു, ഗണേശ് പറഞ്ഞു വെച്ചത് BJP കേരളത്തിൽ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ്. അപ്പം ഇന്ത്യ ഒട്ടാകെ ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്ന കാര്യവും നമുക്കത് വിലയിരുത്തേണ്ടതാണ്. പക്ഷേ ശ്രമങ്ങൾ തുടരുന്നുണ്ട് കാര്യമായി തന്നെ. അല്ല, അദ്ദേഹം അതിനകത്ത് ഒരു എന്താ പറഞ്ഞേ ഒരു വാദഗതിയായിട്ട് പറഞ്ഞത് നരേന്ദ്രമോദിയുടെ വികസന അജണ്ട അത് കേരളത്തിലും പ്രാവർത്തികമാകും എന്നുള്ളതാണ്. ആ വികസന അജണ്ടയിൽ ഒന്ന് ഇന്നലെ തൃശ്ശൂരിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഞങ്ങള് 10 കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം കൊടുത്തു എന്നുള്ളതാണ്. 12 കോടി 10 കോടി കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു എന്നുള്ളതാണ്. ഈ ശൗചാലയവും കുടിവെള്ളവും ഒക്കെ അത് കേരളം എത്രയോ മുമ്പേ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയാണ് നമുക്കറിയാം ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. ഗ്രാമങ്ങൾ മുഴുവൻ ഇപ്പം ജൽജീവൻ മിഷനൊക്കെ ഉണ്ട് എങ്കിലും കേരളത്തിൽ ഏതാണ്ട് ഒരു 90% കുടുംബങ്ങളിൽ ഒന്നുകിൽ സ്വന്തമായിട്ട് കിണറോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വെള്ളം ബാക്കിയുള്ളവർക്കെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുക. അത് വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു അല്ലെങ്കിൽ ശൗചാലയം കൊടുത്തു എന്നുള്ള ആ വികസന പദ്ധതിയൊന്നും കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യമല്ല. രണ്ടാമതായിട്ട് നമുക്കറിയാം ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ ഈ വിലവർദ്ധനവ് അത് ഏറ്റവും കൂടുതൽ, കാരണം ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറും എന്നുള്ളതാണ്. ഞാനൊരു ഓർമ്മപ്പെടുത്തല്, അതായത് 2014 തെരഞ്ഞെടുപ്പില് CO രാജഗോപാല് പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പില് ഇവിടെ തിരുവനന്തപുരത്ത് അന്ന് രാജഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി അന്ന് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്ദേഹം ഹിന്ദിയിൽ അദ്ദേഹം പറഞ്ഞത് ബഹനോ आप मतदान क्षेत्र जाने से पहले, मतदान केंद्र जाने से पहले अपना रजोई का अंदर जाना और गैस सिलेंडर पर देखना, उसके बाद जाकर वोट डाल എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് അടുക്കളയിൽ ഒന്ന് കയറി സ്ത്രീകളോട് പറഞ്ഞതാണ്, എന്നിട്ട് നിങ്ങളുടെ ഗ്യാസ് സിലിണ്ടറെ നോക്കിയിട്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകാനായിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്: UPA ഗവൺമെന്റ് ഭരിച്ച് ഗ്യാസിന്റെ വില 300 രൂപ 320 രൂപയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വില നിലവാരം കുറയ്ക്കും എന്നുള്ളതാണ്. അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചൊക്കെ വളരെ വാചാലനായിട്ട് തൃശ്ശൂരിൽ സംസാരിച്ചപ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 10 കോടി കണക്ഷനുകൾ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ, ഈ 10 കൊല്ലം കൊണ്ട് ഗ്യാസിന്റെ മാർക്കറ്റിൽ ഉണ്ടായ വിലവർദ്ധന അത് നമ്മൾ തുലനം ചെയ്യേണ്ടത് എപ്പോഴാണ്? 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇറങ്ങി പോകുമ്പോൾ ലോക മാർക്കറ്റിൽ $142 ആയിരുന്ന ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വിലയെങ്കിൽ ഇന്ന് ഇപ്പൊ ഈ ഉക്രൈൻ യുദ്ധത്തിന്റെ ഇടയ്ക്ക് റഷ്യ ഇത് വ്യാപകമായിട്ട് വിൽക്കാൻ തുടങ്ങിയതിനൊക്കെ ശേഷം അത് വന്ന് $40 $32 എത്തി അങ്ങ് പോയി $70-75 നിൽക്കുകയാണ്. എപ്പോഴും അന്നത്തേതിന്റെ പകുതി വിലയ്ക്ക് ഇതൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഇവരിങ്ങനെ ശൗചാലയം നിർമ്മിക്കാൻ എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വില വർദ്ധിപ്പിച്ച് നമ്മൾ കൗതുകരമായിട്ട് കാണേണ്ടത് അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം TV-യിൽ സ്ക്രോള് തെളിഞ്ഞു വന്നപ്പോൾ ആളുകൾ വിചാരിച്ച് ഇവിടെയാണെന്ന്. അതായത് ഇന്ത്യൻ കറൻസിക്ക് തുല്യമായ 10 രൂപയുടെയും 12 രൂപയുടെയും വിലവർദ്ധനവ് പെട്രോളിന്റെയും ഡീസലിനും ഉണ്ടായിരിക്കുന്നു. അമേരിക്കയിൽ വിലവർദ്ധനമല്ല, വില കുറവുണ്ടായിരിക്കുന്നു എന്ന ഒരു സ്ക്രോള് ചില TV-യിൽ കാണിച്ച ന്യൂസ് 8-ൽ കാണിച്ചോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ രഞ്ജിത്ത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് അമേരിക്ക പോലുള്ള ഒരു രാഷ്ട്രം പോലും ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്ക് അനുസരിച്ച് അവരുടെ ഇന്ധന വിതരണത്തിന്റെ വില കുറയ്ക്കുമ്പോൾ അതിന്റെ ഒന്നും ഗുണം ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും കിട്ടാതെ വരുന്ന ഒരു കാലഘട്ടം. അതെല്ലാം അടുത്ത തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ്. പിന്നെ കൗതുകരമായ ഒരു കാര്യം, ഞാൻ ശ്രീ ഗണേശ് ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കാം, നിങ്ങൾ 6 സീറ്റ് കേരളത്തിൽ നിങ്ങളുടെ പട്ടികയിൽ ഉള്ള സീറ്റുകൾ: 1 തിരുവനന്തപുരം, 2 ആറ്റിങ്ങൽ, മാവേലിക്കര, പത്തനംതിട്ട, പാലക്കാട്, തൃശ്ശൂര്, ഈ 6 സീറ്റുകൾ നിങ്ങളുടെ ക്ലാസ് പട്ടികയിൽപ്പെടുത്തി. നിങ്ങൾ തൃശ്ശൂരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് 1, 2, 1000 അല്ല, 1.25 ലക്ഷം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോഴും നിങ്ങൾ നിൽക്കുന്നത്. അപ്പോ അതിനെയൊക്കെ നിങ്ങൾ കവർ ചെയ്തുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ ഒരു സീറ്റ് കരസ്ഥമാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ദക്ഷിണ ഭാരതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തെ കുറിച്ച് മാത്രമല്ല,
തൊട്ടപ്പുറത്ത് തമിഴ്നാട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് പൊൻരാജ് എന്ന് പറയുന്ന ഒരു MP ഉണ്ടായിരുന്നു. ആ MP കേന്ദ്രത്തിൽ മന്ത്രിയായി ശബരിമലയിൽ സന്ദർശനം നടത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വാഹനം യതീഷ് ചന്ദ്ര തടഞ്ഞതും നിലയ്ക്കലും പമ്പയിലും ഒക്കെ അദ്ദേഹത്തെ യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ തടഞ്ഞതും നിങ്ങളുടെ ശ്രീ രാധാകൃഷ്ണൻ അതിനെതിരെ പ്രതിഷേധിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പൊൻ രാധാകൃഷ്ണന് പോലും തമിഴ്നാട്ടിൽ നിന്ന് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. അപ്പോ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം നിങ്ങളുടെ ആ പിന്നോക്കം പോക്ക്, ഇനിയിപ്പം മോദിയുടെ പ്രസംഗം കൊണ്ട് രാജ്യം മുഴുവൻ ഇളകുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തെലങ്കാനയിൽ അത് സംഭവിക്കേണ്ടതാണ്. മോദി പ്രസംഗിച്ചത് താങ്കൾ ആ വിശദീകരണം അത് കൃത്യമാണ്. ശ്രീ ഗണേശ് അതിന് മറുപടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ത്രിപുര എന്ന് പറയുന്ന സംസ്ഥാനം ഞങ്ങൾ ഭരണത്തിൽ വരുന്നതിന് മുന്നേ ഞങ്ങളുടെ വോട്ടിംഗ് ശതമാനം 10% താഴെയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നേറ്റ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ആന്ധ്രയിൽ എന്തായിരുന്നു ഞങ്ങൾക്ക് ആന്ധ്ര സംസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കിട്ടിയ വോട്ടിംഗ് എത്രയായിരുന്നു? ആന്ധ്രയിൽ എത്ര ലോക്സഭാ സീറ്റിലാണ് ഞങ്ങൾ വിജയിച്ചത്? അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഞങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ അതെന്താണ്, ഞങ്ങൾ രാജ്യത്ത് എന്തൊക്കെയാണ് നടപ്പിലാക്കിയത്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഞങ്ങൾ ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിൽ എന്തായിരുന്നു ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഞങ്ങൾ നരേന്ദ്രമോദിയെ മുന്നോട്ട് വെച്ച് നരേന്ദ്രമോദി 10 വർഷം നടപ്പിലാക്കിയ ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം അത് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ നടത്തിയ വലിയ പ്രചണ്ഡമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ആ ഒരു പോക്കിനെ കുറിച്ച് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഇവിടുത്തെ എല്ലാവരും ചേർന്നിട്ട്. ഇത്തവണ ജനങ്ങൾക്കൊരു തിരിച്ചറിവുണ്ട്. രാജ്യത്ത് എങ്ങനെ വോട്ട് ചെയ്താലും നരേന്ദ്രമോദി മാത്രമേ അധികാരത്തിൽ വരികയുള്ളൂ. ജനങ്ങൾ അത്രയേറെ സ്വീകാര്യത ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാണ് ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്, ഞങ്ങൾ അതിന്റെ ഭാഗമാവാതിരിക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ആ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ കേരളത്തിലെ ജനങ്ങൾ എന്ന നിലയിൽ ഞങ്ങളും തയ്യാറാണ് എന്നുള്ള ആ മാനസിക നിലയിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു എന്നത് തന്നെയാണ്. കാരണം അതിന്റെ മാറ്റമാണ് തൃശ്ശൂരിലെ നരേന്ദ്രമോദിയെ കാണാൻ ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ, അതേപോലെ തന്നെ യുവം പരിപാടിയിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ നരേന്ദ്രമോദിയെ കാണാൻ എത്തിയത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെതായ മാറ്റങ്ങൾ ആ നരേന്ദ്രമോദി നടത്തിയ 10 വർഷം രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർധനയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ ഇതില് വില കുറച്ച സമയത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളോട് വില കുറയ്ക്കാൻ പറഞ്ഞ സമയത്ത് പലതരത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വില കുറച്ച സമയത്ത് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരോ കോൺഗ്രസ് സർക്കാരോ വില കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവരപ്പോഴും വില കൂട്ടുവാനാണ് തയ്യാറായിരിക്കുന്നത്. അവരപ്പോഴും അതിൽ നിന്ന് അത്തരത്തിൽ വില കൂട്ടുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്കറിയാം ഈ രാജ്യത്ത് എല്ലാ മേഖലകളിലും രാജ്യത്ത് ജനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എത്തിക്കുന്നത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഈ പ്രധാനമന്ത്രി ഉത്തരേന്ത്യക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കി കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങള് കേരളത്തിൽ എത്ര കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു എന്നെന്താ? കേരളത്തിൽ ആരും ഇത് മേടിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നോ? കേരളത്തിലും ആളുകൾ ഈ കക്കൂസ് മേടിക്കാൻ ഉണ്ടായിരുന്നില്ലേ? കേരളത്തിൽ ഉജ്ജൽ ഗ്യാസ് കണക്ഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നില്ലേ? ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലേ? എല്ലാ മേഖലയിലും പൂർണ്ണമായിട്ടുള്ള വികസനം എത്തിയ സംസ്ഥാനം കേരളമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് കേരളം ഈ പട്ടികയിലൊക്കെ പെടാനുള്ള കാരണം എന്തായിരുന്നു? കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിനെ പൂവിട്ട് വാഴ്ത്തി പൂജിക്കാത്തത്? ഇപ്പോഴും കത്തുന്ന സൂര്യനാണ് എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കത്തുന്ന സൂര്യന്റെ അടുത്ത് പോയാൽ കരിഞ്ഞു പോകുമെന്നാണ്. കേരളത്തിലെ ജനങ്ങൾ കരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം കൊണ്ട്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് പിന്നെ കോൺഗ്രസിന്റെ ഭരണത്തിലെത്തിയിട്ട് എന്തിനാണ് ഈ രാജ്യത്ത് അഴിമതി നടത്താനാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആ മാറ്റം തന്നെയാണ്, ആ മാറ്റത്തിലാണ് ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയിലുള്ള വിശ്വാസം ഇവിടുത്തെ രാഹുൽ ഗാന്ധിയിലോ അല്ലെങ്കിൽ ഇനിയിപ്പോ CPM ആണെങ്കിൽ സീതാറാം യെച്ചൂരിയിലോ ഒന്നും ഒരു മാറ്റവും കൊണ്ടുവരാൻ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ജനങ്ങൾ കരുതുന്നില്ല. അത് നരേന്ദ്രമോദിയിൽ മാറ്റമാണ് ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന് ജനങ്ങൾ കരുതുന്നുണ്ട്. ആ മാറ്റത്തിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് തൃശ്ശൂരിൽ നിങ്ങൾ കണ്ടത്. അത് വലിയ തോതിൽ വോട്ടായി മാറുക തന്നെ ചെയ്യും, യാതൊരുവിധ സംശയവും. നന്ദി ശ്രീ ഗണേശ്. ഒപ്പം ശ്രീ സേനാപതി വേണു ഈ ചർച്ചയുടെ ഭാഗമായതിന്. ഇന്ത്യ സഖ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത് കോൺഗ്രസിനോ എന്നായിരുന്നു
PD പോളിലൂടെ പ്രേക്ഷകരോട് ചോദിച്ചത്. അതെ എന്ന് 85% ആളുകൾ അഭിപ്രായപ്പെട്ടു, അല്ല എന്ന് 11% ആളുകൾ അഭിപ്രായപ്പെടുന്നു. നിഷ്പക്ഷമായി 4% പേർ വോട്ട് രേഖപ്പെടുത്തി. പ്രൈം ഡിബേറ്റ് നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം. ഇത് നിങ്ങളുടെ